എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നിങ്ങൾ കാണുന്നത് ഫ്ലവേഴ്സ് 1 കോടി വിത്ത് കോമഡി. ലോക സിനിമയിൽ വെറും 820 ഗ്രാം ഭാരം മാത്രമുള്ള ഒരു ലോക പാത്രത്തിന് വിലയും നിലയും ഉണ്ടാക്കിയ ഒരേ ഒരു നടനെ ഈ അണ്ടകടാകത്തിലുള്ളൂ. അതെ, ആ കോഴിക്കോട്ടുകാരൻ സുധീഷ. അടിച്ച് കേറി വാ മോനെ. അടിച്ചിട്ടില്ല, പക്ഷെ കേറി വരാം. വരട്ടെ? വരൂ 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 വരൂ. ഹായ് സുധീഷ്. ഹായ്. ജീവിതമൊക്കെ എങ്ങനെ പോകുന്നു? നന്നായിട്ട് പോകുന്നു. സുഖമായിരിക്കുന്നു? സുഖമായിട്ടിരിക്കുന്നു. നിങ്ങളൊരു ഭയങ്കര സംഭവം കേട്ടോ. അതെന്താ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ചെറിയൊരു ലോകത്തുണ്ട് വെച്ചല്ലേ നിങ്ങൾ ലോകം മൊത്തം അറിയപ്പെട്ടത്. കിണ്ടി. ഓ, അത് ശരി. അതാണ് നമ്മുടെ ഓമന പേര്. ഇപ്പോഴും ആള് ഓമന പേര് അതാണല്ലോ. എവിടെയെങ്കിലും ചെന്നിട്ട് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ആരെങ്കിലും ചോദിക്കാതിരുന്നിട്ടുണ്ടോ കിണ്ടിയെ കുറിച്ച്? ആരും ചോദിക്കരുത്. എന്താണെന്നറിയോ, എപ്പോഴും സ്ഥിരമായിട്ട് ചോദിക്കുന്ന കാര്യമാണ് കിണ്ടി എന്നുള്ളത്. ഞാൻ വിചാരിച്ചു അടുത്ത കാലൊക്കെ അത് ആൾക്കാർ മറന്നു എന്ന് വിചാരിച്ചിരിക്കും. അയ്യോ, ആ താമ്രപത്രം ഒരിക്കലും ആരും മറക്കില്ല. അത് ഏറ്റവും വലിയ ഉദാഹരണം എന്താണെന്നറിയോ, അമ്മയുടെ മീറ്റിംഗ് ആയിരുന്നു, അറിയാലോ, ഇലക്ഷനും കാര്യങ്ങളൊക്കെ. അപ്പൊ നമ്മുടെ പ്രിയപ്പെട്ട കേന്ദ്രമന്ത്രി ആര്, സുരേഷ് ഏട്ടൻ വന്നു, ഞങ്ങൾ ആദരിച്ചു. ഭയങ്കര പ്രോഗ്രാം ഒക്കെ ആയിരുന്നു. അപ്പൊ ഞങ്ങൾ എല്ലാവരും പോയിട്ട് പുള്ളിയെ ആശംസകളൊക്കെ അറിയിച്ചു. അപ്പൊ ഞാൻ ആശംസകൾ കൊടുത്തപ്പോ പുള്ളി എന്നോട് പറഞ്ഞെന്താ അറിയോ, കിണ്ടി പറഞ്ഞു അല്ലേ? അല്ല ഞാൻ പറഞ്ഞ ഇപ്പോഴും മറന്നിട്ടില്ല. ഒരു കേന്ദ്രമന്ത്രിക്ക് പോലും ഓർമ്മ അല്ലേ? ഓർമ്മ. ഓക്കെ, ഈ മണിച്ചിത്രത്താഴാണല്ലോ കിണ്ടി ഉണ്ടാക്കിയത്. അപ്പൊ ഇത് തെലുങ്കില് പോയി തമിഴിൽ പോയി പേര് മാറ്റേണ്ടതാ. മണിച്ചിത്രത്താഴ് നല്ല ആക്കണ്ട അല്ലല്ലേ, മണിച്ചിത്ര കിണ്ടി അവത പറ്റിയതല്ലേ? ഓക്കെ. അല്ല, ഈ തമിഴിലും തെലുങ്കിലും പോയപ്പോ കിണ്ടിക്ക് എങ്ങനെയാ ഭാഷാ പരിവർത്തനം വന്ന്? അപ്പൊ തെലുങ്കില് കിണ്ടിക്ക് എന്താ വിളിച്ചത്? തെലുങ്കിലല്ലേ? അത് വേറെ കാര്യമുണ്ട്. ഇപ്പൊ തമിഴിലും തെലുങ്കിലും ഒക്കെ ഈ കിണ്ടി എന്ന് പറഞ്ഞ കഥാപാത്രം ഇല്ല. ഇല്ല, കാരണം വലിയ ലോക നഷ്ടമല്ലേ? അല്ല, അത് ചെയ്യാൻ ആള് വേണ്ടേ? ഒറ്റ കിണ്ടിയല്ലേ ഉള്ളു ഈ ലോകത്ത്. എന്റെ ഹിന്ദിയിലുണ്ടായിരുന്നോ കിണ്ടി? ഹിന്ദിയിൽ കിണ്ടിയുണ്ട്. ഹിന്ദി കിണ്ടി നമ്മൾ ഏകദേശം ഈക്വൽ ആണ്. അതുകൊണ്ട് ഓക്കെ. സുധീഷിന്റെ കൂടെ ആ വന്ന സുഹൃത്തുക്കളെ കൂടെ പരിചയപ്പെടുത്താം. അതെ, സുധീഷ് എന്നെ പരിചയപ്പെടുത്താൻ നല്ലത്. ഞാൻ പരിചയപ്പെടുത്താം. സുധീഷ് പരിചയപ്പെടുത്തുമ്പോൾ ഒരു മാർക്കറ്റ് ഉണ്ടാവും. പരിചയപ്പെടുത്താൻ ആവശ്യമില്ല. ചങ്ങാതിമാരാ, അതായത് ചങ്ങാതിമാരാണ്. ഈ ചങ്ങാതിമാർക്ക് റോൾ ഉണ്ട് ഇവിടെ. ഒരവസരം കിട്ടും. താങ്കൾ എപ്പോഴെങ്കിലും എന്റെ വീറുറ്റ ചോദ്യങ്ങൾ കേട്ട് ഉത്തരം പറയാൻ ബുദ്ധിമുട്ടുമ്പോ ചങ്ങാതിമാർക്ക് ഇടപെടാം. ഇവരോ? ഒരു തവണ. അങ്ങനെയാണ് വേറെ ആൾക്കാരെ വിളിക്കായിരുന്നു. അങ്ങനെയാണോ? ഈ ചങ്ങാതി കുറെ കാലമായിട്ട് ആൾക്കാരെ കൃഷി ചെയ്ത് ജീവിക്കുക. പിന്നെ കലാകാരനാണ്. നമ്മൾ ആയം തൊട്ടേ നമ്മുടെ വേനൽ കിനാവുകൾ തൊട്ട് ആരംഭിച്ച ബന്ധമാണ്. കൃഷി കിനാവ് കൊണ്ട് നടക്കുന്ന ആളാ. ആദ്യത്തെ സിനിമ മൂന്നാം പക്കമല്ലേ? ഞാൻ ഫസ്റ്റ് ഇറങ്ങിയ പടം പഞ്ചവടിപ്പാലമാണ്. അയ്യോ, മൂന്നാം പക്കത്തിന് എന്ത് പറ്റി? മൂന്നാം പക്കത്തിന് അത് കഴിഞ്ഞിട്ടാണ് ഇറങ്ങുന്നത്. അത് കഴിഞ്ഞിട്ട് ഇറങ്ങി അഭിനയിച്ച ആദ്യ പടം മൂന്നാം പക്കമായിരുന്നു. അതെ. പത്മനാഭ സാറിന്റെ പടത്തിൽ അത് കഴിഞ്ഞ് സീസണിലും കൂടെ അഭിനയിച്ചിരുന്നു. പക്ഷെ എന്റെ ആദ്യത്തെ പടം ഇതുവരെയും ഞാൻ പുറത്തങ്ങനെ പറഞ്ഞിട്ടില്ല. എന്നാ പുറത്ത് പറയാൻ പറ്റുന്ന സിനിമയാണോ? അത് ഇറങ്ങിയിട്ടില്ല. കാട്ടുപോത്ത് എന്ന് പറഞ്ഞൊരു പടമാ. കാട്ടുപോത്ത് പോത്തായിട്ടല്ല എന്തായാലും. പക്ഷേ ആ പടത്തിലെ പാട്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ഏതാണാവൂ? പൂവല്ല പൂന്തളിരല്ല. കാട്ടുപോത്തുന്ന സിനിമയിൽ ഇങ്ങനൊരു പാട്ടോ? പക്ഷെ ആ പടം ഇറങ്ങിയിട്ടില്ല. അതിനകത്താണ് ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കുന്നത്. കൃഷ്ണപ്രസാദിനെ കുറിച്ച് പറയുമ്പോൾ വേറെ കാര്യം പറയാനുണ്ട്. വേനൽ കിന്നാവുൾ എന്ന സിനിമയിലാണ് ഞങ്ങൾ ഒരുമിച്ച് അഭിനയിക്കുന്നത്. അപ്പൊ ഞാന്, കൃഷ്ണപ്രസാദ്, യദു കൃഷ്ണൻ, ഈ 3 പേരാണ് അതിലെ നായകന്മാർ. അപ്പൊ ഞങ്ങൾ ഭയങ്കര തിക് ഫ്രണ്ട്സ് ആണ്. പക്ഷെ ഞങ്ങൾക്ക് നായികമാര് വരാനുണ്ട് സിനിമയിൽ അഭിനയിക്കാനായിട്ട്. അപ്പൊ ഞങ്ങൾ അതിനുവേണ്ടി കാത്തിരിക്കുക. അപ്പൊ ആരൊക്കെ എന്താന്ന് അറിയില്ല. അപ്പൊ ആദ്യം എനിക്കാണ് നായിക വന്നത്. ആരായിരുന്നു? അതൊരു മദാമയായിരുന്നു. യുകെന്ന് വന്ന സുന്ദരിയായ മദാമ. അപ്പൊ ഞാൻ ഭയങ്കര ഹാപ്പിയായി. നമ്മളെ പ്രീ ഡിഗ്രി ഇംഗ്ലീഷ് അറിയില്ല, പക്ഷെ നമ്മൾ ഇംഗ്ലീഷ് ഇതിലെ ഭാഷ വിഷയമല്ലല്ലോ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക്. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഭാഷ ഒരു പ്രശ്നമില്ല. ലോകത്തെ മുഴുവൻ അതിന് ഒരു ഭാഷയുള്ളൂ. സ്നേഹം മാത്രം. അതെ, സ്നേഹമാണ് വലുത്. അത് വലുത്. അപ്പൊ അങ്ങനെ ഞാൻ ഹാപ്പി. നായിക വന്നല്ലോ. ഞാൻ പിന്നെ ഇവരെ മൈൻഡ് ചെയ്യാതായി. അത് കഴിഞ്ഞ് യദുകൃഷ്ണന്റെ നായിക വന്നു. യദുകൃഷ്ണന്റെ ഒരു വേലക്കാരിയായിട്ട് അഭിനയിക്കുന്ന ഒരു ഹീറോയിൻ. ഞാൻ യദുകൃഷ്ണനും പോയി നായികയുടെ കൂടെ. ഇവൻ വിഷമിച്ചിരിക്കുക, ഇവന് ആള് വരുന്നില്ലല്ലോ. ഞങ്ങൾ ഇവന്റെ കൂടെ ഇല്ല, പോയല്ലോ. അങ്ങനെ കാത്തുകാത്തിരുന്ന അവസാനം ഇവന്റെ നായിക ചെന്നൈയിൽ ഇറക്കുമതി ചെയ്തു. അതാണ് ഷർമിളി എന്ന് പറഞ്ഞ നായിക. ഷർമിളി സാറിന് ഓർമ്മയുണ്ടാവും, രാമായണക്കാറ്റ് എന്നുള്ള പാട്ട് പാടിയ അഭിമന്യു സിനിമയിലെ ഞങ്ങൾ ഞെട്ടി. പക്ഷെ അതിനുശേഷം ഞങ്ങൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് പിന്നെ ഞങ്ങളെ നായകന്മാരെ നോക്കാതായി. ഇവന്റെ ഷൂട്ടിംഗ് സ്ഥലത്ത് പോയിട്ട് അവിടെ പോയി
വായി നോക്കലാണ് ഞങ്ങളെ മെയിൻ പരിപാടി. അത് പരമ്പരാഗതമായി കിട്ടിയതാണോ? അല്ല, അത് ജന്മന ഉള്ളതാണ്. അറിയണമല്ലോ. അല്ല, അത് അവർക്ക് പിന്നെ ഉള്ളത്, ഞാൻ ഈ നായികയുമായിട്ടുള്ള ഈ ശർമ്മിളയുമായിട്ടുള്ള എൻ്റെ സംസാരങ്ങൾ എങ്ങനെയായിരുന്നു, അവരെന്നെ സ്പർശിക്കുന്നതിന്റെ കാര്യങ്ങൾ, എൻ്റെ വിരലെ തൊട്ട് നോക്കുക, ഇതൊക്കെയാണ് ഇവരുടെ പരിപാടി. അത് ഞങ്ങൾ ഒരുപാട് പ്രതീക്ഷിച്ചു. ഇവരുടെ ഉറക്കം നഷ്ടപ്പെട്ടു. ഒരുപാട് സീനുകൾ പക്ഷെ ഞങ്ങളുടെ ഏജ് അതാണ്. ആ പടത്തിൽ ചെയ്യുമ്പോൾ ഞങ്ങളുടെയൊക്കെ ഏജ് അതാണ്. ഇപ്പൊ എത്രയായിരിക്കും? ഇപ്പോഴും ആ ഏജ് തന്നെ, പ്രായമായിട്ട് വലുതായിട്ട് പ്രായമായില്ല അല്ലേ? നമ്മൾ അടുത്ത ആളിൽ നിന്ന് പരിചയപ്പെട്ടാലോ? ഡോക്ടർ ശ്രീവത്സൻ അല്ലേ? ഡോക്ടർ, ഞാൻ ആദ്യം പെട്ടെന്ന് പറഞ്ഞപ്പോ ഒരു ബഡായി രാമൻ എന്ന് പറഞ്ഞു. ബഡായി രാമൻ, അങ്ങനെ ഒരു പേരുണ്ടോ? ഡോക്ടർ ശ്രീവത്സ് എന്നാണ് ശരിക്കുള്ള പേര്. ഞങ്ങളുടെ ഓമന പേരാണ് ബഡായി രാമൻ. അങ്ങനെ ഒരു കഥയുണ്ട്, പറയട്ടടാ. എന്തിന്റെ ഡോക്ടറാ? ഞാൻ ഹോമിയോപ്പതി ഡോക്ടറാണ്. സീരിയസ് ആയി അത് പറഞ്ഞപ്പോ കേട്ടോ. പെട്ടെന്ന് സീരിയസ്. ഓക്കെ, അത് വളരെ സീരിയസ് ആയി. നന്നായി. യു ആർ വെൽക്കം. എന്താ ബഡായി രാമൻ എന്നുള്ള എങ്ങനെയാ പേര് വന്ന് അറിയണ്ട സാറിന്? ബഡായി രാമൻ. ബഡായി രാമൻ കാരണം ഞങ്ങളുടെ ക്ലാസ്മേറ്റ് ആണ്. എന്റെ 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ ക്ലാസ്മേറ്റ് ആണ്. ഇവൻ വായ തുറന്നാൽ ബഡായി അല്ലാതെ വേറെ വരില്ല. ബഡായി എന്ന് പറഞ്ഞാൽ എന്താ അറിയാലോ? പുളു പറയാ. പുളൂസ്. അതിപ്പോഴും വിട്ടിട്ടുണ്ടോ? ഇവൻ 1-2 പുളൂസേ പറയാറുള്ളൂ. പക്ഷെ ഗംഭീര പുളു ആയിരിക്കും. അതായത് ഇവന്റെ വീട്ടിലന്ന് ഹെലിപ്പാഡ് ഉണ്ടെന്ന് വരും പറഞ്ഞിരുന്നു. അതൊരു എക്സ്ട്രീം പുളു. അത് കഴിഞ്ഞിട്ട് മിക്കവാറും കുറെ രോഗികൾ ഉണ്ടായിരുന്നു. അവരൊക്കെ മിക്കവാറും ഇതോടെ മടക്കും. ഞാൻ അവനോട് പെർമിഷൻ ചോദിച്ചിട്ടൊക്കെ പറയുന്നു കേട്ടോ. പക്ഷെ ആ ആളല്ല ഇന്നത്തെ ആൾ, വ്യത്യാസം. അത്യാവശ്യം ജീവിച്ചു പോകാനുള്ള. അവൻ പിന്നെ ഒരിക്കലും അവൻ പറഞ്ഞു കടലില്ലേ, അറബിക്കടൽ, അതിന്റെ ഒരു ഭാഗം ഇവന്റെ സ്വന്തമാണെന്ന് പറഞ്ഞു. ഇത്രയും വലിയ പുളു പറഞ്ഞിട്ടുള്ള ആളാ. അപ്പൊ പിന്നെ അത് മേടിച്ചെന്ന് പറയേണ്ടി വന്നു. മേടിച്ചാന്ന്. ഓക്കെ, അപ്പൊ എവിടെയാ ഡോക്ടർ ശ്രീവത്സൻ പ്രാക്ടീസ് ചെയ്യുന്നത്? കോഴിക്കോടാണ് മെയിൻ. ചെയിൻ ഓഫ് ക്ലിനിക്സ് ഉണ്ട്, കേരളം മുഴുവൻ നമുക്കൊരു ചെയിൻ ഉണ്ട്. അത് നടത്തുന്നു. നാട്ടുകാരെ ചെയിനിലാക്കിയോ? കുഴപ്പമില്ലാതെ പോകുന്നു. പക്ഷെ ഗംഭീര ഡോക്ടറാണ്. എല്ലാ സ്ഥലത്തും ബ്രാഞ്ചസ് ഉണ്ട്. അതൊക്കെ തമാശയും കാര്യങ്ങളും പറയുമെങ്കിലും നല്ല പഠിപ്പിച്ചായിരുന്നു, നന്നായിട്ട് പഠിക്കും. അത് യാതൊരു സംശയമില്ല. അല്ല, വേറെ കാര്യം സാർ പറയാനുണ്ട്. അഭിമന്യുവിനെ കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ, ശർമ്മിളിയുടെ രാമായണക്കാറ്റ് എന്ന് പറഞ്ഞ സംഭവം നമ്മൾ പറഞ്ഞല്ലോ. അപ്പൊ അഭിമന്യുവിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ചെറിയൊരു ഓർമ്മ എന്റെ മനസ്സിൽ വരുന്നുണ്ട്. എന്താ കാര്യം, അഭിമന്യു എന്ന് പറഞ്ഞ പടം റിലീസാവുമ്പോൾ ഞാൻ ആധാരം എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുക ഷൊർണൂര്. അപ്പൊ മോഹൻലാലിന്റെ സിനിമ ഫസ്റ്റ് ഡേ കാണാന്ന് പറയുന്ന ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ ആണ്, കണ്ടേ പറ്റുള്ളൂ. അപ്പൊ ഹൗസ്ഫുൾ ആണെന്നുള്ളത് ഒരു സംശയമില്ല. കാരണം ഒരിക്കലും ടിക്കറ്റ് കിട്ടൂല. പിന്നെ ഞാനെന്ന് അറിയപ്പെടുന്ന നടനുമല്ല, വിളിച്ചു പറഞ്ഞാലൊന്നും ആ ഒരു ടിക്കറ്റ് എടുത്ത് വെക്കൂല്ല. അപ്പൊ നമ്മളിവിടെ മോഹനേട്ടൻ എന്ന് പറഞ്ഞ എൻ്റെ ഒരു സുഹൃത്തുണ്ട്. പുള്ളി അത്യാവശ്യം മിമിക്രിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളാണ്. അപ്പം ഞാൻ പറഞ്ഞു, മോനായിട്ട് എനിക്ക് ആ സിനിമ കണ്ടേ പറ്റുള്ളൂ, ഫസ്റ്റ് ഷോ തന്നെ കാണണം, അതെൻ്റെ ഒരു ഇതാണെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മളൊരു കാര്യം ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പുള്ളി എന്തായി, പപ്പുവേട്ടൻ്റെ വോയിസിൽ പുള്ളി നമ്മുടെ തിയേറ്ററിലെ മാനേജർ വിളിക്കുക. ഹലോ, പപ്പു ആണ്, പപ്പു നമ്മുടെ ഷൊർണൂർ തിയേറ്ററിലെ മാനേജറല്ലേ? അതെ, പിന്നെ ഞാനിവിടെ ഷൂട്ടിങ്ങിന് വേണ്ടി വന്നതാണ്. പിന്നെ എൻ്റെ കൂടെ ഇപ്പം അഭിനയിക്കുന്നൊരു നടനുണ്ട്, സുധീഷ് എന്ന് പറഞ്ഞിട്ട്. വേൽക്കിനൊക്കെ അഭിനയിച്ചൊരു നടനുണ്ട്, മുദ്രയൊക്കെ അഭിനയിച്ച. തന്നെ. അപ്പോൾ ഒരു ടിക്കറ്റ് വേണം, വൈകുന്നേരം ഒരു 2 പേരുണ്ടാവും. അപ്പോൾ ഒന്ന് കൊടുക്കണേ. ശരി ഇത് പറഞ്ഞിട്ട് ശബ്ദം തന്നെ. അപ്പോൾ ഇതുപോലെയല്ല, ഞാൻ ഏകദേശം കുഴപ്പമില്ലല്ലോ. അപ്പൊ ഞങ്ങൾ വൈകുന്നേരം ഈ സമയത്ത് 6:30 മണിക്ക് തിയേറ്ററിൽ പോകുന്നു. പുറത്ത് ഭയങ്കര റഷ്, ഒരു രക്ഷയില്ല, എങ്ങനെ അകത്തേക്ക് കയറുന്നു അറിയില്ല. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ എത്തി നോക്കിയിട്ട് പറഞ്ഞു കം പറഞ്ഞു. അപ്പൊ ഞങ്ങളെ പ്രത്യേകിച്ച് കൊണ്ടുപോയി, വളരെ സീരിയസ് കേട്ടോ മാനേജർ, വളരെ സീരിയസ്. ഓക്കെ മനസ്സിലായി. മാനേജർ പറഞ്ഞു ഇരിക്കൂ. അപ്പോൾ ഞങ്ങൾ ചോദിച്ചാൽ നമ്മളെ ഗസ്റ്റ് ആണല്ലോ, വെൽക്കം ചെയ്യാനായിരിക്കും എന്നുള്ള രീതിയിൽ. അപ്പോൾ റൂമിലേക്ക് പോയി ഇരിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ റൂമിൽ പുള്ളി ഡോർ അടച്ചിട്ട് കുറ്റിയിട്ടു. സംശയം തോന്നി. അല്ല, പുള്ളിക്ക് സംശയമല്ല, ഞങ്ങൾക്ക് സംശയം തോന്നി. കാരണം ഇത് ഞങ്ങൾ ഫ്രോഡ് കാണിച്ചിട്ടുണ്ടല്ലോ, ഈ പരിപാടി കള്ളത്തരാണല്ലോ. ഇത് പുള്ളി പിടിച്ചു അല്ലെങ്കിൽ പിടിക്കപ്പെട്ടു എന്ന് തന്നെ ഞങ്ങൾ വിചാരിച്ചു. അടുത്ത നേരെ പുള്ളി പോയിട്ട് ഇരിക്കും, ചായയോ കാപ്പിയോ എന്താ ഒന്ന് വേണ്ട സാർ, വേണ്ട. ഹലോ, പോലീസ് സ്റ്റേഷനല്ലേ? കാറ്റ് പൊട്ടി. വേറൊന്നും വേണ്ടല്ലോ, പോലീസ് സ്റ്റേഷൻ അല്ലെന്നാണ് ചോദിച്ചത്. ഒന്ന് ടെൻഷനായി കുറച്ച് നേരം. അപ്പം അല്ല സാർ, ഞങ്ങൾ എന്നാലും അങ്ങോട്ട് നീങ്ങട്ടെ. അല്ല, ഇരിക്കും വെയിറ്റ്. അല്ല സാർ, ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച്. അല്ല, അതല്ല, പുറത്ത് ഭയങ്കര തിരക്കാണല്ലോ, അപ്പം പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി വിളിച്ചത്. നിങ്ങളിരിക്കും, ഞങ്ങൾ സ്പെഷ്യലായിട്ടൊരു ക്യാബിൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്, അതിൽ സിനിമ കാണാമെന്ന് പറഞ്ഞു. അപ്പോഴാണ് മനസ്സമാധാനമായത്. പിന്നെ വളരെ സമാധാനമായിട്ട് പോയിട്ട് ക്യാബിനിൽ പോയിരുന്നു. അഭിമന്യു ഗംഭീരമായിട്ട് കണ്ടു. അല്ല, അഭിമന്യു ഇത് ശർമ്മിളിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഓർമ്മ വന്നാ. ഓക്കെ, അല്ല സുധീഷ്, ഞാൻ ഇത് പറഞ്ഞപ്പോഴാ, സുധീഷിന്റെ ജീവിതത്തിൽ എപ്പോഴും പടങ്ങൾ കാണിക്കാൻ താല്പര്യം കാണിച്ചിരുന്ന അച്ഛനാണ്, കൊണ്ടുപോയി കാണിക്കുമായിരുന്നു.
ആരോഗ്യമുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ വേണ്ടി അച്ഛൻ എപ്പോഴും പരീക്ഷയുടെ തലേന്ന് വരെ എന്നെ സിനിമയ്ക്ക് കൊണ്ടുപോയ ആളാണ്. ഇംഗ്ലീഷ് പടങ്ങൾ ഒത്തിരി കാണിക്കുമായിരുന്നു. ഇംഗ്ലീഷ് പടങ്ങൾ കൂടുതൽ കാണിക്കും. അല്ല, അങ്ങനെ എന്തോ ഒരു അനുഭവമില്ലേ നിങ്ങൾ രണ്ടുപേരുടെ ഒരു അങ്ങനെ എന്തോ ഒരു അശ്ലീലം നിറഞ്ഞൊരു ചിത്രം അല്ല, കാണാൻ പോയി? അശ്ലീലം നിറഞ്ഞ ഇടയ്ക്കിടയ്ക്കേ ഉള്ളൂ അല്ലേ? ഇംഗ്ലീഷ് പടങ്ങളിൽ പൊതുവെ ഇതുണ്ടല്ലോ ചെറിയ സീനിലൊക്കെ. ഓക്കെ, നമുക്കിത് കാണുമ്പോൾ അശ്ലീലം തോന്നുക, അവർക്കൊക്കെ അശ്ലീലമാ, അവർക്കല്ല ടെൻഷൻ, നമുക്ക്. അപ്പൊ അങ്ങനെയുള്ള ഒരു സിനിമ ഇത് അറിഞ്ഞുകൊണ്ടാണോ അച്ഛൻ കൊണ്ടുപോയിട്ടുള്ളത്? അല്ല, സിനിമ ഗംഭീര സിനിമയായിരുന്നു. സിനിമയുടെ പേര് ഞാൻ പറഞ്ഞുതരാം, ഷീന ദ ക്യൂൻ ഓഫ് ദി ജംഗിൾ. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ആ പടത്തിന്റെ പേര്. ഇങ്ങനെയുള്ള സിനിമ കണ്ട ആരും മറക്കത്തില്ല. ഓക്കെ, അപ്പൊ ഈ സിനിമ കാണാൻ വേണ്ടി പോയപ്പോ, കാരണം ജംഗിളിലെ കാര്യങ്ങളുടെ അഡ്വഞ്ചേഴ്സും ഈ പെണ്ണിന്റെ അഡ്വഞ്ചേഴ്സ് ആണ് കൂടുതലായിട്ടും, അതാണ് ഷീന എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇത് കാണിക്കാൻ വേണ്ടി എന്നെ കൊണ്ടുപോയി. അപ്പൊ അച്ഛൻ അറിയാം, എനിക്ക് തോന്നുന്നു അച്ഛൻ നേരത്തെ മുമ്പ് കണ്ടിട്ടുണ്ടോ സംശയം ഉണ്ടാവും, ഡൗട്ട് ഉണ്ട്. കറക്റ്റ് ആ സീൻ വന്നപ്പോ അച്ഛൻ അറിയാം സീൻ വരാൻ പോകുന്ന കാര്യം. ഓരോ സ്ഥലം അച്ഛൻ നോക്കി വെച്ചു. അങ്ങനെ ആ സീന് വന്ന സമയത്ത് മറ്റേ സീൻ അറിയാലോ, സീൻ ആ സീൻ വന്ന അച്ഛൻ എന്താ പറയാ, അച്ഛന്റെ കയ്യിലുള്ള പേന എടുത്തിട്ട് പതുക്കെ താഴോട്ട് ഇട്ടു. ഏത് നമ്മുടെ ഇരിക്കുകയാണല്ലോ നമ്മള്, താഴോട്ട് ഇട്ടു. അച്ഛൻ സീൻ വന്ന അച്ഛൻ പറഞ്ഞു, ആ മോനെ ആ പേന ഒന്ന് എടുത്തേ, കാരണം ആ സെക്കൻഡോട് ആ സീൻ പോട്ടെ എന്നുള്ള രീതിയിലാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, അച്ഛാ അതാ അവിടെ ഇരിക്കട്ടെ, ഈ സീനൊന്ന് കഴിഞ്ഞിട്ട് എന്നിട്ട് ഞാൻ പേന എടുക്കാന്ന് പറഞ്ഞു. അതാണ് അച്ഛന്റെ മകൻ അല്ലേ? ഓക്കെ, സാധാരണ ഈ എത്ര പേന കൊണ്ടുപോയിട്ടുണ്ട് ഓരോ സിനിമയ്ക്കും അച്ഛനോ? അച്ഛൻ അറിയില്ലല്ലേ? ഇല്ല, അങ്ങനെ. പക്ഷെ അച്ഛൻ എന്താ അറിയോ, എല്ലാ പടങ്ങളും കാണിച്ചു തരും. അതുകൊണ്ടാണ് തീർച്ചയായിട്ടും നമുക്ക് ഒരു സുധീഷിന്റെ അച്ഛൻ എന്ന് പറയുന്നത് നല്ല ഒന്നാന്തരം നടനായിരുന്നല്ലോ, അതായത് നാടകത്തിലൂടെ അല്ലേ വന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹം എനിക്ക് തോന്നുന്നു ഇങ്ങനെയുള്ള സിനിമകളും കണ്ട് അതിന്റെ പോരായ്മകൾ എന്തൊക്കെയാണെന്ന് മകൻ മനസ്സിലാക്കട്ടെ എന്ന് കരുതിയിട്ടുണ്ടാവും എന്നാണ് എനിക്ക്. അതൊരു പോരായ്മയായിട്ട് എനിക്ക് തോന്നിയില്ല. കാരണം നല്ല കാര്യം അല്ല. ഇത് പറഞ്ഞപ്പോഴാണ് സുധീഷ്, ബാലചന്ദ്രൻ ചുള്ളിക്കാടും വിജയലക്ഷ്മി, അദ്ദേഹത്തിന്റെ ഭാര്യ വിജയലക്ഷ്മിയും കൂടെ ഒരു സിനിമാ തിയേറ്ററിൽ പോയ ഒരു അനുഭവമുണ്ട്. അപ്പോൾ ഇവർ കല്യാണം കഴിഞ്ഞ ഉടനെയാണ് സിനിമ കാണാൻ പോകുന്നത്. അപ്പോൾ ഇവർ പോയി സിനിമ കാണാൻ തുടങ്ങിയ സമയത്ത് അടിച്ച് പൂക്കുറ്റിയായ ഒരു മനുഷ്യൻ അവരടുത്ത് വന്നിരുന്നു. ഭയങ്കര ദുർഗന്ധം, അയാളടുത്തിരുന്ന് കാണാൻ പറ്റുന്നില്ല, അയാൾ വേണ്ടാത്ത ശബ്ദങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. സഹികെട്ട് ഇൻ്റർവെലായപ്പം ബാലചന്ദ്രൻ ചുള്ളിക്കാട് പറഞ്ഞു, വിജയലക്ഷ്മിയോട് പറഞ്ഞു നമുക്ക് ഫ്രണ്ടിൽ പോയി ഇരിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ വിജയലക്ഷ്മിയെ കൊണ്ട് ഇദ്ദേഹം കൈപിടിച്ച് ഫ്രണ്ടിൽ പോയി അവിടെ ഇരുന്നപ്പോൾ ഈ പറഞ്ഞ ഇഷ്ടമുണ്ടല്ലോ, അടിച്ച് പൂക്കുറ്റിയായി അടുത്ത് വന്നിരുന്ന് മിനിറ്റുകളോളം ഇവരെ ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്ന ആ മനുഷ്യൻ വന്ന് വിജയലക്ഷ്മിയുടെ അടുത്ത് വന്നിരുന്നു. അപ്പോൾ ചുള്ളിക്കാട് എഴുന്നേറ്റു. ചുള്ളിക്കാട് താങ്കളുടെ സീറ്റ് ഇവിടെ അല്ല, താങ്കളുടെ സീറ്റ് പിറകിലാണെന്ന് പറഞ്ഞു. നോ 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 നോ, എന്റെ സീറ്റ് ഇവിടെ തന്നെയാ എന്ന് പറഞ്ഞു. അല്ലല്ല, നിങ്ങൾ ബാക്കിൽ പോയി, നിങ്ങളുടെ സീറ്റ് ബാക്കിൽ. ഇല്ല, ഞാൻ നീല സാരിക്കാരിയുടെ കൂടെയാണല്ലോ ഇരുന്നത് എന്ന് പറഞ്ഞു. ഞാൻ അപ്പോഴേ ഒരു അടയാളം വെച്ചിരിക്കായിരുന്നു. ചുള്ളിക്കാടിന്റെ ഭാര്യ വിജയലക്ഷ്മി നീല സാരി ചുറ്റിയിരുന്നുകൊണ്ട് ആ അടയാളം വെച്ചിരിക്കായിരുന്നു. പുള്ളിയോട് ആ കളി. ഇങ്ങനെ അനുഭവം പുള്ളി തന്നെ എഴുതിയത് കേട്ടോ. ബാലചന്ദ്രൻ ചുള്ളിക്കാട് തന്നെ ഇതൊരു സ്ഥലത്ത് നീലസാരി മാത്രമേ കണ്ടുള്ളൂ. അതേ മാത്രം ഷർട്ട് കണ്ടിട്ടില്ല. അത് പുള്ളി കണ്ടിട്ട്, ചുള്ളിക്കാടിന്റെ ഷർട്ട് പുള്ളി നോക്കിയിട്ടില്ല. സുധീഷ്, ഞാൻ ഒന്ന് രണ്ട് പേരെയും കൂടെ പരിചയപ്പെടുത്താറുണ്ട്. ആദ്യം കുട്ടേട്ടൻ. അല്ല, എനിക്ക് ആകെ ഒരു കുട്ടേട്ടനെ അറിയുള്ളൂ. അതാണ് മലയാള സിനിമയിൽ ഒരു കുട്ടേട്ടനുണ്ട്. ഒറ്റ കുട്ടേട്ടൻ. രാംജിറാവ് സ്പീക്കിംഗ്. നമ്മുടെ വിജയരാഘവൻ ചേട്ടൻ. കുട്ടേട്ടൻ ഇവിടെ വന്നിരുന്നു, കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. എനിക്ക് നല്ല അടുപ്പമുള്ള ആളാ കുട്ടേട്ടൻ. കാര്യം എന്താ അറിയോ, എനിക്ക് നല്ല കമ്പനിയായിരുന്നു എന്നപ്പുള്ള ചേട്ടനുമായിട്ട്. ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ പോകും. അദ്ദേഹത്തിന്റെ നാടകത്തിൽ സാർ അഭിനയിച്ചില്ലേ? അദ്ദേഹത്തിന്റെ റേഡിയോ നാടകത്തിൽ സുധീഷ് ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അല്ല, നമ്മൾ അദ്ദേഹത്തിന്റെ ശുദ്ധമന്തളം എന്നൊക്കെ പറഞ്ഞ നാടകമുണ്ട്. നാട്ടിൻപുറത്തൊക്കെ ഇത് തന്നെയായിരുന്നു അഭിനയം. അപ്പോൾ എന്നെ വിളിച്ചിട്ട് ഏറ്റവും കൂടുതൽ ഇപ്പോൾ CL ജോസിന്റെ എല്ലാ നാടകങ്ങൾ പോലെ അന്ന് നാട്ടിൻപുറത്തൊക്കെ അഭിനയിക്കുന്ന ഞാൻ അഭിനയിച്ചത് കുടുംബയോഗം എന്ന് പറഞ്ഞൊരു നാടകമായിരുന്നു. അപ്പോൾ ഞാൻ അന്ന് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ ഒരു മുത്തശ്ശിയായിട്ട് അഭിനയിച്ചു. ഞാൻ 10ാം ക്ലാസ്. മുത്തശ്ശിക്ക് പറ്റുന്ന മുഖമാണോ ഇത്? അല്ല, മേക്കപ്പ് കൊണ്ട് അവർ മാറ്റിയെടുത്തു. പിന്നെ ബാക്കി അഭിനയം കൊണ്ട് ഞാനും മാറ്റിയെടുത്തു. പിന്നെ മുത്തശ്ശനായിട്ട് അഭിനയിച്ച എന്റെ എക്സ്പ്രഷൻ കൊടുക്കാനൊക്കെ പാടല്ലേ മുത്തശ്ശിക്ക്? ഇല്ലില്ല, അത് ഞാൻ പറഞ്ഞു, എന്താ വിശേഷം, സുഖമാണോ എന്നൊക്കെ പറഞ്ഞാ പോരെ, അത് മതിയാവും. ഓക്കെ, അത് സൂപ്പറായിട്ടുണ്ട്. അപ്പം ഒരു എൻ്റെ മാഷാണ് എൻ്റെ പിന്നെ മുത്തശ്ശനായിട്ട് അഭിനയിച്ചത്. അപ്പോൾ അതിൽ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ കുടുംബയോഗമാണ് നാടകം. ഞാനതിൽ പറഞ്ഞത് ഈ 2 പേരുടെ കുടുംബത്തിലേക്ക് ഒരുപാട് ആൾക്കാർ വരുന്നതാണ്. അപ്പോൾ നാടകത്തിൽ പക്ഷേ ഞങ്ങൾ 2 പേര് മാത്രമേ ഉള്ളൂ. ബാക്കി ആളുകളൊക്കെ ഞങ്ങൾ സങ്കല്പിക്കണം. ഓ, അങ്ങനെയാണ്. അവർ വരുന്നതായിട്ടും അവരിയ്ക്കുന്നതായിട്ടും സംസാരിക്കുന്നതായിട്ടും ചായ കൊടുക്കുന്നതായിട്ടും ബാക്കിയൊക്കെ സങ്കല്പമാണ്. സുധീഷേ, നമുക്ക് ഒരു സംഘത്തെ കൂടെ പരിചയപ്പെടുത്തുന്നുണ്ട്. സംഘമായിട്ട് ആൾക്കാർ വന്നിട്ടുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഇവര് പിറവത്തെ മഠത്തിൽ ആയുർവേദ ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സും വിദ്യാർത്ഥികളുമാണ്. അപ്പൊ ഇവിടെ ഒരു ഹോമിയോക്കാരനില്ലേ, ഹോമിയോക്കാരന് കൗണ്ടർ കൊടുക്കണം. അതുകൊണ്ട് നമുക്ക് ആയുർവേദം. അതെ, ആയുർവേദം. സന്തോഷം നിങ്ങൾ വന്നതിൽ കേട്ടോ. അപ്പൊ നമ്മള് മത്സരം ആരംഭിക്കുക. നമ്മുടെ ആൾക്കാരൊക്കെ കാത്തിരിക്കുക. അപ്പൊ നമുക്ക് ആദ്യത്തെ 4 മാത്രമേ ഉള്ളൂ എനിക്ക് ടെൻഷൻ. ഒരു ടെൻഷൻ വേണ്ട.
പ്രീ ഡിഗ്രിക്ക് 80% മാർക്ക് കിട്ടിയെന്ന് ഞാൻ അറിഞ്ഞു. എങ്ങനെ ഒപ്പിച്ചെണ്ണ ഇത്? അതൊക്കെ ഞാൻ ഒപ്പിച്ചെടുത്തു. ഓ, സംഭവം സൂപ്പർ തന്നെ. ഞാൻ പ്രാക്ടിക്കൽ ക്ലാസ് ആണ്. പിന്നെ പ്രീ ഡിഗ്രി ഞാൻ പ്രാക്ടിക്കലിൽ അന്നത്തേക്കോ എനിക്കൊന്ന് സുധീഷ് കുറച്ച് പരിചയമായി. പക്ഷെ എനിക്ക് പ്രീ ഡിഗ്രിയുടെ കാര്യത്തിലാണ് സംശയം. പ്രീ ഡിഗ്രി ഞാൻ അന്ന് പ്രാക്ടിക്കലിൽ ഭയങ്കരമായിരുന്നു. ഇപ്പോഴും പ്രാക്ടിക്കലിൽ കുഴപ്പമില്ല. തിയറിയിൽ പെട്ടുപോകുന്നല്ലേ? തിയറിയിൽ പെട്ടു. പക്ഷെ പ്രാക്ടിക്കൽ ഞാൻ എങ്ങനെയെങ്കിലും ഒപ്പിച്ചെടുത്തിട്ട്. പിന്നെ BBA പഠിച്ചോ? അല്ല, BSc ഫിസിക്സ്. BSc ഫിസിക്സ് പഠിച്ചു എന്ന് പറയാൻ പറ്റൂല, കോളേജിൽ ചേർന്നു എന്ന് പറയാം. പഠിപ്പിച്ച അധ്യാപകരെയൊക്കെ ഇപ്പൊ കാണാറ്. കാരണം ആ സമയത്തൊക്കെ സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ പറഞ്ഞ വേനൽ കിനാവുകൾ, ആധാരം, ചപ്പടി വിദ്യ, ഇങ്ങനെ വേനൽ കിനാവ് എന്ന് പറയുമ്പോഴേ എന്തോ സുധീഷിന്റെ മനസ്സിൽ കിന്നാരത്തുമ്പികൾ പോലെ ഇഫക്ട് വരുന്നു. അങ്ങനെയുണ്ടോ? ഒരിക്കലും വരുന്നത്. കാരണം എന്താ പറയുക, അത് സംവിധാനം ആരാന്നറിയാലോ, KS സേതുമാധവൻ. അതുകൊണ്ടാണ് അയ്യോ കിന്നാരത്തുമ്പികളാണെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇവന്റെ ഷൂട്ടിംഗ് കാണാൻ പോയത്. പക്ഷേ സംവിധായകർ ഇവരായി പോയില്ല, MT സാറും. അവരങ്ങനെ സുധീഷിന്റെ മനസ്സിൽ എന്താന്ന് എനിക്ക് സംശയം വന്നു. അതുകൊണ്ട് അല്ല, ഞങ്ങളുടെ മനസ്സാണ് അവരാ സിനിമ ആക്കിയത്. കാരണം ഞാൻ വിചാരിക്കുന്നത് എന്താ അറിയോ, MT സാറിന് എങ്ങനെ ആ മനസ്സ് എന്നുള്ള കാര്യമാണ്. തീർച്ചയായും അദ്ദേഹത്തിന്റെ ഏറ്റവും വെറൈറ്റി സിനിമയാണത്. അദ്ദേഹത്തിന്റെ സിനിമകൾ അറിയാം, വലിയ വലിയ സിനിമകൾ, ചരിത്ര സിനിമകളും വടക്കൻ വീരകഥ അല്ലെങ്കിൽ നാലുകെട്ട് പോലുള്ള ഗംഭീര പടങ്ങളിൽ നിന്നും ഏറ്റവും ഡിഫറെന്റ് ആയിട്ടുള്ള സിനിമയാണ് വേനൽക്കിനാവ്. സുധീഷ്, നമ്മുടെ ചോദ്യങ്ങളെ വലിയ ബുദ്ധിപരമായ ചോദ്യമൊന്നും അല്ല, കുറച്ച് ഫണി അല്ല സുധീഷായ അതല്ല, സുധീഷ് ബുദ്ധിവൈഭവമുള്ള ആളാണ്. അല്ലെങ്കിൽ ഇത്രയും കാലമൊക്കെ സിനിമയെ പിടിച്ചേക്കാവൂ. നിലം പറ്റത്തില്ലായിരുന്നു, നിലം പരിചായന്. ഇത്രയും കാലം പിടിച്ചു നിൽക്കുന്നെന്ന് പറഞ്ഞാൽ അപാര വൈഭവമുള്ള അല്ലല്ലേ? അഭിനയം കൊണ്ടാ. ഓ, എന്ന് പറഞ്ഞോളണം. തിരതള്ളൽ നടക്കുകയാണ് ഇപ്പോൾ ഇവിടെ. ഡോക്ടർ, കുട്ടിക്കാലത്തൊക്കെ ഇങ്ങനെ ആയിരുന്നു ഈ സുധീഷ്? ഒരു പഠിപ്പിസ്റ്റായിരുന്നു. പഠിപ്പിച്ചായിരുന്നു. ഏഴാം ക്ലാസ് വരെയൊക്കെ പറഞ്ഞൊന്നിച്ചു വന്നാണോ? അല്ലല്ല, അത് കഴിഞ്ഞ് സിനിമാഭിനയം തുടങ്ങിയതിന് ശേഷം നേരത്തെ ഇതേ ഒരു ഡയലോഗ് അടിച്ചു. ഇവൻ എന്നെ പ്രോത്സാഹിപ്പിച്ച് എന്നെ അഭിനയ രംഗത്തേക്ക് വിട്ടിട്ട് ഇവൻ പഠിപ്പിസ്റ്റാക്കി മാറി. പിന്നെയാണ് നാടകങ്ങളും ഒക്കെ തുടങ്ങിയത്. അങ്ങനെ എനിക്ക് തോന്നുന്നു ആദ്യകാലങ്ങളിലുള്ള നാടകത്തിലൊക്കെ ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. മണ്ടനായ തുള്ളക്ക് നൽകി. അതിൽ ചാണക്യനായിരുന്നു സുധീഷ്, ഞാൻ ചരകനായിരുന്നു. ചരകനും ചാണക്യനും. ആ ചാണക്യ സൂത്രം ഇപ്പോഴും കയ്യിലുണ്ട്. അതുണ്ട് ഉണ്ട്. അപ്പോൾ സുധീഷ്, കമ്മിങ് ടു സീരിയസ് ബിസിനസ്. അല്ലല്ല, സീരിയസ് ആവുന്നില്ല നമ്മള്. ഫ്ലവേഴ്സ് ഒരു കോടി വിത്ത് കോമഡിയാ. നമ്മള് സീരിയസ് ആവുന്ന സീരിയസ് കാര്യങ്ങൾ പോലും നമ്മൾ വളരെ റിലാക്സ്ഡ് ആയിട്ട് പറയും. അതായിരിക്കും എന്റെ പ്രത്യേകത. നമുക്കൊരു ഹെൽപ്പ് ലൈൻ പദ്ധതി കൂടിയുണ്ട്. 3 ഹെൽപ്പ് ലൈൻ സഹായം. ചങ്ങാതിമാര് ഒരു തവണ സഹായിക്കും. അതുപോലെ നമ്മുടെ പിറവത്ത് വന്ന ആയുർവേദ സംഘമില്ലേ, അവര് ഒരു തവണ സഹായിക്കും. അത് കഴിഞ്ഞാൽ ഞാൻ തന്നെ സഹായിക്കണം. ഫോൺ ഓഫ് ഫ്രണ്ട് ഉണ്ട്. എന്ന് വെച്ചാൽ എന്ത് ചോദിച്ചാലും PC രാജു, ഇവിടെ തന്നെയാ. അതായത് ഫോണിൽ പുറത്തുനിന്നാണ്, ഫോണിൽ നിങ്ങളെ സഹായിക്കും. കാര്യം അദ്ദേഹത്തിന് പൊതുവിജ്ഞാനം എന്ന് പറഞ്ഞാൽ പുഷ്പം പോലെ എന്തും എടുത്ത് പെരുമാറിക്കളയും. അപ്പൊ അത് മതി. അപ്പൊ നമുക്ക് ഒരു കാര്യം ചെയ്യാലോ, നമുക്ക് ചോദ്യത്തിലേക്ക് പോയാലോ? ഓക്കെ, റെഡി. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ടെൻഷൻ ഉണ്ടോ? കുറച്ച്. അല്ല, സാധാരണഗതിയിൽ ടെൻഷൻ വരണം. കാരണം ഈ ചോദ്യത്തിലേക്ക് കിടക്കുമ്പോഴേ ആ മുഖം ഒന്ന് ഇരുളണം, എന്നാലേ നമുക്കൊരു ഊർജ്ജം കിട്ടും. പക്ഷെ ഇതൊന്നും ഒട്ടും ഇരുളുന്നില്ലല്ലോ. ഒന്നും അറിയാതുകൊണ്ടാണോ? സത്യം, ഒന്നും അറിയാതെ പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഒന്നും അറിയാത്തവർക്കും പേടിക്കേണ്ട, എല്ലാം അറിയുന്നവർക്കും പേടിക്കേണ്ട. ഏതാ നമ്മളൊന്നും അറിയാത്ത. അപ്പൊ അതൊന്നുമല്ല, ഇങ്ങനെയൊക്കെ വിനയം ഭാവിച്ച പല ആളുകളും വന്ന് കോടിക്ക് അടുത്ത് വരെ വന്നിട്ടുണ്ട്. ഒന്നീ കോടി അല്ലേ മുണ്ടുവെട്ടിയിലെ കോടി, രണ്ടിലേതെങ്കിലും ഒരു കോടി ഉറപ്പാ. അപ്പൊ ഒരു കോടി അടിച്ചു മാറ്റാൻ സുധീഷും, അടിച്ചു മാറ്റാതിരിക്കാൻ ഞാനും. അതായിരിക്കും നമ്മളുള്ള മത്സരം. മോനെ കേറി വാ. ഇത് പൊങ്ങി വരുന്നത് നമ്മുടെ മനസ്സിന്റെ അഗാധങ്ങളിൽ ഇങ്ങനെ പൊങ്ങി വരികയാണ്. ടെൻഷൻ ഉണ്ടോ? ഇത് പൊങ്ങി വരുന്നുണ്ടപ്പോ. സുധീഷ് ജീവിതത്തിൽ ആദ്യം ടെൻഷൻ അടിച്ചപ്പോഴാണ്? കല്യാണം കഴിച്ചപ്പോഴാണോ? കല്യാണം കഴിക്കുമ്പോൾ ടെൻഷൻ അടിക്കുന്നു. അല്ല, അപ്പോഴല്ലേ ആകെ ജീവിതത്തിൽ ഒരാൾക്ക് ടെൻഷൻ വരാൻ സന്തോഷമുള്ള. അങ്ങോട്ട് എങ്ങനെയായിരിക്കും? പല സമയങ്ങളിൽ ടെൻഷൻ അടിച്ചിട്ടുണ്ട്. പക്ഷെ കല്യാണം കഴിക്കുന്ന സമയത്തൊന്നും ടെൻഷൻ ഇല്ല. കാരണം എന്താ അറിയില്ല, ഞാൻ ഈ സിനിമയിൽ 3-4 പ്രാവശ്യം കല്യാണം കഴിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ എനിക്ക് പരിചയമുണ്ട്. എനിക്ക് തോന്നുന്നത് ഈ സിനിമ നടന് നടൻ നടിയോ കല്യാണം കഴിക്കുമ്പോൾ ഒരു ടെൻഷന്റെ ആവശ്യമില്ല. എത്രയോ തവണ നല്ല നമ്മൾ കെട്ടി പരിചയമുള്ളതുകൊണ്ട് അതുകൊണ്ട് റിലാക്സ് ആവൂലേ? എന്റെ വൈഫിന് നല്ല ടെൻഷൻ. നമ്മളൊക്കെ വാഴയിലൊക്കെ കെട്ടി റിഹേഴ്സൽ എടുത്തിട്ടാ പോയി കെട്ടിയത്. അതെ. പക്ഷെ നമ്മൾ അത്ര കൂളായിട്ട് നമുക്ക് നിൽക്കാനും പറ്റില്ല. കാരണം അവരാദ്യമായിട്ടാണല്ലോ കെട്ടുന്നത്. അവർ സിനിമയിൽ മുമ്പ് അഭിനയിച്ച വ്യത്യാസമുണ്ട്. എന്റെ ഭാര്യ സുധീഷേ, സിനിമയിലെ കെട്ടെന്ന് 2.5 മണിക്കൂർ കൊണ്ട് തീരും. മറ്റേ നീണ്ടു കിടക്കുക. അതൊരു കെട്ട ഒറ്റ കെട്ട് കെട്ടി അങ്ങ് പോവും അല്ലേ? അപ്പോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പ്ലീസ്. കർക്കിടവാവിന് മലയാളികൾ VIP പരിഗണനയോടെ കാത്തിരിക്കുന്നത് ആരെയാണ്? ബലിക്കാക്ക. പൂട്ടട്ടോ? അല്ല, പൂട്ടിയ പിന്നെ അമ്പാലിടൽ പരിപാടിയൊന്നുമില്ല. ക്യാൻസൽ ചെയ്യാനും പറ്റത്തില്ല. ആർ യു റെഡി? റെഡി സർ. മിസ്റ്റർ സുധീഷ്, താങ്കൾ സങ്കടപ്പെടരുത്. ആദ്യത്തെ ചോദ്യത്തിന് ആദ്യത്തെ ഉത്തരത്തിന് ഔട്ടായ ഫ്ലവേഴ്സ് ഒരു കോടി വിത്ത് കോമഡിയിലെ ആദ്യ കലാകാരനായി എന്നുള്ള സ്ഥാനപ്പേര് താങ്കൾക്ക് കിട്ടാൻ പോകുന്നു.
ഇല്ല. താങ്കൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. You are correct. താങ്ക് യു. അഥവാ ഈ ഉത്തരം തെറ്റിപ്പോയിരുന്നു. തെറ്റിപ്പോയാൽ ഞാൻ ഇവിടെ ഇറങ്ങിപ്പോണ്ടേ? പിന്നെ സുധീഷിന് അങ്ങനെ ഏതെങ്കിലും ആദ്യത്തെ ചോദ്യത്തിന് അടി വീണ് പരാജയപ്പെട്ടിട്ടുണ്ടോ? ഇല്ലില്ല. ഇല്ല. ആദ്യത്തെ ചോദ്യത്തിന് അടി കിട്ടിയിട്ടില്ല. ഇല്ല. അവസാനത്തെ ചോദ്യത്തിന് കിട്ടിയിട്ടുണ്ട്. ഒരു ചോദ്യം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ആ സമയത്ത് ഈ ബലിക്കാക്കയായിട്ട് ബന്ധപ്പെട്ട ഒരു ടെലിഫിലിമിന്റെ കേസ് ഉണ്ടല്ലോ സുധീഷിന്റെ ജീവിതത്തിൽ. അതെ, ബലിക്കാക്ക എന്ന് പറഞ്ഞ ടെലിഫിലിം ഞാൻ അഭിനയിച്ചു. നല്ലൊരു ആർട്ടിസ്റ്റിക് ടെലിഫിലിം ആയിരുന്നു. അല്ലാതെ പെട്ടെന്ന് എനിക്ക് സുധീഷിനെ വിളിച്ചെന്തിനാ? അത് അത്യാവശ്യം അഭിനയിക്കാൻ അറിയാവുന്നതുകൊണ്ട് വിളിച്ചായിരിക്കും. ഓക്കെ. അല്ല, അതാ ഞാൻ ആലോചിച്ചത്. മാത്രമല്ല സംസ്ഥാന സർക്കാരിന്റെ സ്വഭാവ നടനായിട്ടൊക്കെ കിട്ടിയില്ലേ? സ്വഭാവ നടനുള്ള ബെസ്റ്റ് ക്യാരക്ടർ ആക്ടർ. ബെസ്റ്റ് ക്യാരക്ടർ ആക്ടർ സുധീഷിനോ? അതായത് ഈ അവാർഡ് ഒറിജിനൽ സ്വഭാവം കൊണ്ടല്ല, അഭിനയിച്ച മികവായിരുന്നു കഥാപാത്രം. ബലിക്കാക്കയിലോട്ട് വന്നാൽ ബലിക്കാക്ക അല്ല, ഞാൻ പറഞ്ഞാണ് പെട്ടെന്ന് ഓർമ്മ വന്നപ്പോഴേ ബലിക്കാക്ക എന്ന് പറഞ്ഞ ടെലിഫിലിമിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ എന്നെ രക്ഷപ്പെടുത്തിയതായിരിക്കും ചിലപ്പോൾ. സുധീഷിന്റെ ജീവിതമൊക്കെ ഇപ്പൊ എങ്ങനെ? അത്യാവശ്യം സിനിമയൊക്കെ ഉണ്ടോ? അത്യാവശ്യം കുഴപ്പമില്ലാതെ പോകുന്നു. സുധീഷിനാണോ മറ്റുള്ളവർക്കോ? മറ്റുള്ളവർക്ക് ചെറിയ കുഴപ്പമുണ്ടാവും, പക്ഷെ എനിക്ക് അല്ല, സിനിമ ചില ആൾക്കാർ ചോദിക്കുമ്പോഴേ സിനിമയൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അല്ല, നിങ്ങൾക്ക് അല്ല, സിനിമ ഇഷ്ടം പോലെ ഉണ്ടെന്ന് ആരും ചോദിക്കാറില്ല. ഇല്ലല്ലേ? ഇപ്പൊ സിനിമയൊന്നും ഇല്ലേ എന്ന് ചോദിക്കാം. സുധീഷ് ഒരുപാട് യാത്രകളൊക്കെ ചെയ്യുന്ന ആളാന്ന് കേട്ടിട്ടുണ്ട്. ഒരുപാട് യാത്ര ചെയ്യാൻ ഇഷ്ടമുള്ള ആളാണ്. എന്താ കാര്യം, വീട്ടിലിരിക്കാൻ പറ്റാത്തോണ്ടാണ്? യാത്ര എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ സിനിമ ഷൂട്ടിംഗ് എന്ന് പറഞ്ഞ ഒരു യാത്രയാണ്. അപ്പൊ പല സ്ഥലങ്ങളിലും വീട്ടിൽ നിന്ന് സാധാരണ ഒരു തവണയൊക്കെ ഒരു ഷൂട്ടിങ്ങിനൊക്കെ പോലെ എത്ര ദിവസം കൊണ്ടൊക്കെ മടങ്ങി വരും? വീട്ടുകാർ പ്രതീക്ഷിക്കും? വീട്ടുകാർക്ക് പ്രതീക്ഷയായിരിക്കും, കാരണം എപ്പോഴാ ഇവൻ വരുന്നെന്ന് അറിയില്ലല്ലോ. സുധീഷ് ഏട്ടൻ എവിടെയാ എന്ന് വിളി വരൂ. ചന്ദ്രേട്ടൻ എവിടെയാ ചോദിച്ച പോലെ വിളി വരൂ. അങ്ങനെ ഒന്നും ചോദിക്കൂല. എവിടെയാന്ന് അറിയാലോ ഞാൻ പോയത്, പിന്നെ എവിടെയും ചോദിക്കണ്ട, പറഞ്ഞിട്ടൊക്കെയാണോ പോവാറ്? അതെ അതെ. അപ്പൊ എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഡെയിലി വീട്ടിലേക്ക് വിളിക്കും, കാര്യങ്ങൾ പിന്നെ അതൊക്കെ ഉണ്ട്. സാറിനെ പോലെ അല്ല, ഒരു മോഡൽ ഫിഗർ ആണ് കേട്ടോ. വീട്ടിലേക്ക് വിളിക്കും. ഇപ്പൊ നമുക്ക് വീഡിയോ കോളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പൊ എപ്പോഴും നേരിട്ട് കാണാൻ സംസാരിക്കാം. പക്ഷെ എന്നാലും ഞാൻ ഷൂട്ടിംഗ് ഇല്ലാത്ത സമയത്ത് ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് വീട്ടിൽ. ഈ യാത്രയിലൊക്കെ പോകുമ്പോഴേ സുധീഷ്, അപ്പൊ സുധീഷ് ഒരുപാട് സിനിമകൾ ചെയ്തല്ലോ. എല്ലാം കൂടി ഇപ്പൊ എത്ര എണ്ണമായി? ഒരു 10-200 സിനിമ ആയി കാണും. ഓ, ഈ കാലത്തിനിടയ്ക്ക്? ഈ കാലം എന്ന് പറഞ്ഞാൽ 38 വർഷമായില്ലേ? 38 കൊല്ലത്ത്. പക്ഷെ കണ്ടാ പറയില്ല കേട്ടോ. പക്ഷെ സുധീഷിനെ ഇടവേള ബാബുവിനൊക്കെ ഒരേ അവസ്ഥയാണ്. അല്ല, 38 വർഷമായി. പ്രായമാവും. അല്ല, 38 വർഷമായി എന്ന് വിചാരിച്ചിട്ട് എനിക്ക് ഒരുപാട് പ്രായമായെന്ന് സാർ തെറ്റിദ്ധരിക്കണ്ട. സുധീഷ് ഞാൻ വളരെ ജനിച്ച ഉടനെ സിനിമയിൽ വന്ന ഒരാളാവുമ്പോ 3ാമത്തെ വയസ്സിലോ മേ ബി അങ്ങനെയൊക്കെ ആണെങ്കിൽ. അല്ല, സുധീഷിന്റെ പ്രായം ഒരു പ്രശ്നമാണ്. എന്തായാലും സുധീഷ് എപ്പോഴും സിനിമയിൽ ഞാൻ കണ്ടിട്ടുള്ളത് നായകന്റെ കൂട്ടുകാരനാണ്. നായകനാകണമെന്ന് ആഗ്രഹിച്ചിട്ടില്ലേ? ആഗ്രഹമുണ്ട്, ഇല്ല. നായകനായിട്ട് അഭിനയിച്ചപ്പോ വേനൽക്കിനാവുള്ള ഞങ്ങൾ 3 പേരും നായകന്മാരായിരുന്നു. പിന്നെ അപ്പൊ നായിക നേരത്തെ എന്നോട് പറഞ്ഞായിരുന്നല്ലോ. ഓക്കെ, ആർക്കാ ധൈര്യം വന്നത് സുധീഷൻ നായികയാകാൻ? എന്റെ നായികയാവാൻ അത് ഇവിടെയുള്ള ആരും വന്നില്ല. അപ്പൊ മദാമയായിരുന്നു നേരത്തെ എന്നോട് പറഞ്ഞു. പേഴ്സണൽ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരുപാട് ഇപ്പം സുധീഷിനോട് അഭിനയിച്ച ചാക്കോച്ചനൊക്കെ ഉണ്ടല്ലോ. അപ്പൊ കുഞ്ചാക്കോ ഭവനെ പോലുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. ഏത് നായകന്റെ കാര്യം ഓർക്കുമ്പോഴാ നമ്മുടെ രാവ് നിദ്രാവിഹീനമാകുന്നത്? നമുക്ക് ഉറക്കം വരാതിരിക്കുന്ന ആരുടെ സാഹിത്യമൊക്കെ പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവില്ല. അല്ല, നിദ്രാവിഹീനം പോട്ടെ, ഉറക്കം വരാ. ആ നായകന്റെ കാര്യം ഓർക്കുമ്പോഴേ ഉറങ്ങാൻ പറ്റുന്നില്ല. നമുക്ക് ഒന്നുമല്ല, ഒരു പരക്ഷേമകാംക്ഷ, ഒരു വിഷമം. നമ്മളും അയാളൊക്കെ ഒന്നിച്ച് വന്നതാണ്, നമുക്കും തകർക്കാമായിരുന്നു. എന്നിട്ട് നമുക്ക് പക്ഷെ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല, പായൊക്കെ ചവിട്ടി കീറും. അത് എല്ലാ നായകന്മാരോടും എനിക്ക് അസൂയുണ്ട്. ഉണ്ട്, മോഹൻലാലിനോട് പ്രത്യേകിച്ചും ഉണ്ടോ? ആ അഭിമന്യു കണ്ടതിന് ശേഷം പിന്നെ ഉറങ്ങിയിട്ടുണ്ടോ എത്രയോ ദിവസങ്ങൾ? അല്ല, ഈ ചില വേഷങ്ങളിലൊക്കെ തന്നെ മണിച്ചിത്രത്തിൽ തന്നെ മോഹൻലാൽ അഭിനയിച്ച ഡോക്ടർ സണ്ണിയുടെ വേഷം ഞാൻ ചെയ്തിരുന്നെങ്കിൽ എങ്ങനെയിരിക്കും കണ്ണാടി നോക്കി അഭിനയിച്ച് നോക്കിയിട്ടുണ്ടോ? അതൊന്നും ശരിയാവില്ല, കാരണം പറയാൻ തോന്നത്തില്ലല്ലേ. ലാലേട്ടന്റെ മമ്മൂക്കി എക്സെപ്ഷണൽ കേസാണ്. അത് പിന്നെ നമ്മൾ കമ്പയർ ചെയ്യാം. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയല്ല എല്ലാം നമ്മളായിരുന്നെങ്കിൽ കുറച്ചുകൂടെ പ്രൊഡ്യൂസർമാർക്ക് വിവരം വേണ്ടേ അല്ലേ? നമ്മളെയൊക്കെ കാസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ എന്തായിരുന്നു? കാശ് വേണമെങ്കിൽ നമ്മളൊക്കെ വെച്ച് പടം ചെയ്തോട്ടെ. ഓക്കെ, സുധീഷ്, ഈ യാത്രയിൽ ഞാൻ ചോദിക്കുന്നത്, ഇപ്പം സുധീഷ് ഒരു ഇത്രയും സിനിമകളൊക്കെ ചെയ്തല്ലോ ഈ ചെറിയ പ്രായത്തിനായി. 38 ഇയേഴ്സിനകത്ത് ഇത്രയും 200 പടങ്ങൾ അല്ലേ? ചെറിയ ആദ്യ കാലങ്ങളിലൊക്കെ ഓരോ വർഷം ഓരോ പടങ്ങൾ. അതാണ് ഞാൻ പറയാൻ കാര്യം. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ, ഡിഗ്രി കഴിഞ്ഞിട്ടാണ് പിന്നെ മണിച്ചിത്രത്താഴ് ഇറങ്ങിയതിന് ശേഷമാണ് എനിക്ക് കൂടുതലായിട്ടും സിനിമകൾ വന്നത്. ആ സമയത്ത് യാത്രകളൊക്കെ എങ്ങോട്ടായിരുന്നു സാധാരണ മനുഷ്യനൊക്കെ കാണാൻ? ഞാനിപ്പോ ഈ ട്രെയിൻ യാത്ര ഒരുപാട് ചെയ്തിട്ടുണ്ട്, അറിയാലോ. ബസ്സിലും യാത്ര ചെയ്തിട്ടുണ്ടോ സുധീഷ്? ഞാൻ അതെ, കോഴിക്കോടുകാരൊക്കെ അയാൾക്ക് ഒരു ജാടയില്ല, അയാൾ ഇപ്പോഴും നമ്മൾ കോഴിക്കോട് സിറ്റി സർവീസിലൊക്കെ കാണാൻ പറ്റും എന്നൊക്കെ ആൾക്കാർ പറഞ്ഞു പറയുന്നതാണോ സുധീഷ് കോഴിക്കോടുകാരെ കൊണ്ട്? അല്ല. അപ്പൊ യാത്രകള് ബസ്സിലും ഉണ്ട്, ട്രെയിനിലും പോകാറുണ്ട്. ആ ബസ്സിൽ പറഞ്ഞപ്പോ എനിക്കൊരു സംഭവം ഓർമ്മ. എന്താ വെച്ച് കഴിഞ്ഞാല്, ഞാൻ ഡിഗ്രി കോളേജ് കഴിയുന്നവരെ ഞാൻ ബസ്സിൽ യാത്ര ചെയ്തുകൊണ്ടിരുന്നു.
കോളേജിലേക്ക് ബസ്സിലാ പോകുന്നത്? കോളേജ് ബസ് അല്ല, സാധാരണ കോളേജിലേക്ക്. ഇപ്പൊ അന്ന് സ്കൂട്ടറോ അല്ലെങ്കിൽ കാറോ അങ്ങനത്തെ ഒന്നും ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് ഞാൻ സിനിമാ നടനും കൂടി ആയിരുന്നു. പടങ്ങളിൽ വേനൽക്കിനാവുൾ, ആധാരം, അങ്ങനെയുള്ള സിനിമകളൊക്കെ ചെയ്തത്. അപ്പോൾ ഏറ്റവും വലിയ രസം എന്താ വെച്ച് കഴിഞ്ഞാൽ മുദ്ര എന്ന് പറഞ്ഞ സിനിമ എൻ്റെ രണ്ടാമത്തെ പടം, അത് റിലീസായ സമയമാണ് കോഴിക്കോട് രാധ എന്ന് പറഞ്ഞ തിയേറ്ററിൽ. റിലീസ് ചെയ്ത് 2 ദിവസം മറ്റേ ആയിട്ടുണ്ടാവുള്ളൂ തോന്നുന്നു എനിക്ക്. ബസ്സിൽ യാത്ര ചെയ്യുന്നു, എൻ്റെ അടുത്ത് ഒരാളിരിക്കുന്നു. അപ്പോൾ അയാളിങ്ങനെ എന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക, കുറച്ച് നേരമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ എനിക്കെന്നും, കാരണം എനിക്ക് അങ്ങനെ തിരിച്ചറിഞ്ഞുള്ള ഒരു സിറ്റുവേഷൻ എനിക്ക് അധികം വന്നിട്ടില്ല അന്ന്. വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. എന്നെ തിരിച്ചറിയുന്ന കാര്യമൊക്കെ എനിക്ക് മനസ്സിലാവുന്നില്ല. കുറേ നേരം കഴിഞ്ഞ് അയാൾ എന്നോട് ചോദിച്ചു, അതെ ഒരു കാര്യം ചോദിച്ചോട്ടെ എന്ന് പറഞ്ഞു. എന്താ? അല്ല, ഇവിടെ രാധാ തിയേറ്ററിൽ ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ട്, മുദ്ര എന്ന് പറഞ്ഞ സിനിമ. എന്താ അയാൾ പറയാൻ പോണത്? അത് താങ്കളൊന്ന് കാണണം. എന്തേ? അല്ല, താങ്കൾ അതേപോലെ ഒരാള് അതേപോലെ ഇരിക്കുന്ന ഒരാൾ അതിൽ അഭിനയിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എന്താ പറയേണ്ടത്? കാരണം ഇയാളോട് ഞാനാണെന്ന് പറഞ്ഞാൽ ഇയാൾ വിശ്വസിക്കും എന്നുള്ള സംശയം എനിക്ക് ഒന്നാമത്. വിശ്വസിക്കാൻ സാധ്യതയില്ല. സിനിമ ബസ്സിൽ പോകത്തില്ല. അതുപോലെ. അപ്പൊ ഞാനൊന്നും മിണ്ടിയില്ല. ഞാൻ ആണോ ശരി പറഞ്ഞു. കാണാം കേട്ടോ, അതേ കറക്റ്റ് അതേപോലെ ഉണ്ട്, ഒരു വ്യത്യാസവും ടിറ്റോ ഒക്കെ പറഞ്ഞു. പക്ഷെ അവസാനം ഞാൻ ബസ് ഇറങ്ങാൻ നേരത്ത് ഞാൻ പറഞ്ഞു ഇത് പറയാനുള്ള എനിക്ക് അറിയാം, ഞാനാണെന്ന് അറിയിക്കണല്ലോ തീർച്ചയായിട്ടും. അപ്പൊ ഞാൻ പറഞ്ഞു, ലാസ്റ്റ് പറഞ്ഞു, നേരത്തെ പറഞ്ഞല്ലോ ചേട്ടാ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? വലിയ ആഗ്രഹമാണ്. ചോദിച്ചോളൂ. മുദ്രയിലെ ആ പാട്ടൊന്ന് പാടാമോ? അതിപ്പോ ശ്രീകുട്ടേട്ടനെ വിളിക്കേണ്ടി വരും. ആണോ? പാട്ട് പാടുവോ? ഞാൻ പാടില്ല, പക്ഷെ പാടുപെടും. അതുകൊണ്ട് പാടുപെടും. അപ്പൊ പിന്നെ എന്ത് ചെയ്യും കുട്ടേട്ടാ? എന്റെ ആഗ്രഹമല്ലേ ചേട്ടാ, ഒന്ന് പാടൂ. കോമഡി പരിപാടിയാണല്ലോ അല്ലേ? അതുകൊണ്ട് കുഴപ്പമില്ല. ആളുകൾ ഇപ്പൊ എന്ത് കേട്ടാലും കുഴപ്പമില്ല, കോമഡി ആയിട്ടങ്ങ് പൊക്കോളും. വേണ്ട, തൊണ്ട ശരിയല്ല. തൊണ്ട ശരിയല്ല കുട്ടേട്ടാ, തൊണ്ട ശരിയല്ല. കുട്ടേട്ടൻ വരെ പാട്ട് പാടുന്നുണ്ട്, ഒന്ന് പാടൂ ചേട്ടാ പ്ലീസ്. ഒരു കാര്യം ചെയ്യാം. അപ്പൊ ആ പാട്ടാണല്ലോ പറഞ്ഞത്. പുതുമഴയായി പൊഴിയാം, മധുമയമായി ഞാൻ പാടാം, അതല്ലേ? അതെ. കടവിലെ കിളികൾ തൻ കനവിലെ മോഹമായി പുഴയിലെ കുറച്ച് കേട്ടണോ? വേണ്ട. ഓളങ്ങൾ തേടും പുതുമഴയായി പൊഴിയാം, മധുമയമായി ഞാൻ പാടാം, കുറച്ച് ഇറക്കിപ്പം വൃത്തിയായി കേട്ടോ. കുട്ടേട്ടാ ബഹുമുഖ പ്രതിഭയാ. നേരത്തെ കുതിരട്ടം പപ്പു ആണെന്ന് പറഞ്ഞ് മിമിക്ക് ചെയ്ത് തിയേറ്ററിൽ ടിക്കറ്റ് വാങ്ങിച്ചു, ഇപ്പൊ പാട്ട് പാടി, അതും മുദ്ര സിനിമയിലെ പാട്ട്. നിങ്ങള് വലിയ സംഭവം. അപ്പം സുധീഷ്, നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക്. ഈ ചോദ്യത്തിന് ഉത്തരം ശരിയായാൽ താങ്കൾക്ക് 20,000 രൂപ ലഭിക്കും. 20,000 rupees. വെച്ചടി കയറ്റമായിരിക്കും. 10,000 ആദ്യം കിട്ടിയത്. ഇനിയിപ്പോൾ 20,000 രൂപയുടെ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുന്നു. സുധീഷിനെ പോലെ എത്രയോ മത്സരങ്ങളിലൊക്കെ പങ്കെടുത്ത ഈ ബഹുമുഖ പ്രതിഭയ്ക്ക് എന്തിന് ഭയം? അപ്പോൾ ചോദ്യത്തിലേക്ക് കടക്കട്ടെ ഞാൻ. ഓക്കെ, ക്വസ്റ്റ്യൻ പ്ലീസ്. ഇനി പറയുന്നവരിൽ ഏത് കഥാപാത്രമാണ് ലോക പ്രശസ്ത മനഃശാസ്ത്രജ്ഞൻ ബ്രാഡ്ലിയുടെ ശിഷ്യൻ? I am going to break all the conceptual, psychological determinations. ഇംഗ്ലീഷ് ഒരു ഡിഫിക്കൽട്ട് ലാംഗ്വേജ് അല്ലേ? ഞാൻ നന്നായിട്ട് പറയും. സാറിന് അധ്യാപനായതുകൊണ്ട് ടെൻഷൻ ആയതാണ്. അല്ല, എനിക്കെന്തറിയാം, സുധീഷിന്റെ പിടിവിട്ട് പോകുന്ന പോലെ തോന്നി ഇംഗ്ലീഷിൽ. ഇംഗ്ലീഷിൽ പിടിവിട്ട് പോകണം, എന്നാലേ സംസാരിക്കാൻ പറ്റുള്ളൂ. ഒരു തരം കറക്കിക്കുത്താണ് ഞാൻ ചെയ്യാൻ പോണം. കറക്കി കുത്തിക്കൊള്ളൂ. എത്രയോ തവണ കറക്കി കുത്തി 80% മാർക്ക് നേടിയത് വെറുതെയാണോ? അത് കറക്കി കുത്തലല്ല. അത് പക്ഷെ ഞാൻ കറക്കി കുത്തിയിരുന്നു നീറ്റ് എഴുതാൻ പോയ സമയത്ത്. നീറ്റ് അല്ല, എഞ്ചിനീയറിംഗിന്റെ. അത് കറക്കി കുത്തി. അത് കിട്ടിയോ? എന്നിട്ട് അത് കിട്ടി. ബാക്കിയുള്ളവർക്ക് കിട്ടി, എനിക്ക് മാത്രം കിട്ടി. നന്നായി കിട്ടാഞ്ഞ് മലയാള സിനിമയ്ക്ക് ഒരു നടനെ നഷ്ടപ്പെടുമായിരുന്നു. അത് മനസ്സിലാക്കണം. അല്ല, തീർച്ചയായിട്ടും. എനിക്കൊന്ന് സുധീഷിനെ കാണുമ്പോഴൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്, ആ എഞ്ചിനീയറിംഗ് കാണാൻ ജയിച്ചിരുന്നെങ്കിൽ മലയാള സിനിമ എങ്ങനെ രക്ഷപ്പെടുമായിരുന്നു. അല്ല, അങ്ങനെയല്ല, രക്ഷപ്പെടുമായിരുന്നു എന്നുള്ളതല്ല. ഓക്കെ, അപ്പൊ ഞാൻ ഉത്തരം പറയാം സാർ. പക്ഷെ 20,000 രൂപയുടെ ചോദ്യമാണ്. വില കുറച്ച് കാണരുത്. അല്ല, വില കുറച്ച് കാണൂല. ആദ്യത്തെ പ്രതിഫലം എത്രയായിരുന്നു? പുറത്ത് പറയാൻ ബിസിനസ് രഹസ്യങ്ങൾ പുറത്ത് പറയാൻ പാടില്ല. എല്ലാം കിട്ടിയായിരുന്നു. ഓക്കെ, ഞാൻ ആദ്യത്തെ പ്രതിഫലം കൊണ്ട് ഒരു സൈക്കിൾ വാങ്ങി. അപ്പൊ എനിക്ക് ഏകദേശം മനസ്സിലായി. അല്ല, ബാക്കി എന്റെ വീട്ടില്. ആദ്യം പറഞ്ഞത് ശരിയായ ഉത്തരമായിരുന്നു. ഓക്കെ, അപ്പോ ഞാൻ പറയാൻ പോണ സാർ, നമ്മുടെ ലാലേട്ടൻ തന്നെ, ഡോക്ടർ സണ്ണി. ഉറപ്പിക്കാമോ? ഇനി മാറ്റത്തില്ലല്ലോ? ഇല്ല. Are you sure? Yes.
ഞാൻ പൂട്ടുന്നു. ഭാഗ്യവശാൽ താങ്കൾ പറഞ്ഞ ഉത്തരം തെറ്റാണ് എന്നുള്ളവൻ പറയുന്നില്ല. ഉത്തരം ശരിയാണ്. ഇപ്പോ എനിക്ക് തോന്നുന്നറിയോ, സുധീഷിനെ അറിയാവുന്ന ആൾക്കാർക്കൊക്കെ എന്റെ ഒരു അറിവ് അല്ല, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്കൊക്കെ ഓ സുധീഷ് ഇത്രമാത്രം വളർന്നു എന്ന് തോന്നുന്നു. ഇതുവരെ വളർന്നിട്ടില്ല അല്ലേ? അല്ല അവർക്ക് സാറിന് അങ്ങനെ തോന്നിയോ? അല്ല, എനിക്ക് നേരത്തെ സുധീഷിന്റെ വളർച്ചയെക്കുറിച്ച് അറിയാമല്ലോ. ഈ നമ്മൾ ഈ പടവലം വളരുന്ന കണ്ടുണ്ടോ ഒക്കെ നാട്ടുപുറത്തൊക്കെ? അതുപോലെ പടവലങ്ങ അതുപോലെ വളരും. കൃഷ്ണപ്രസാദ് അറിയാം. കൃഷ്ണപ്രസാദ് നമ്മുടെ നാട്ടിൻപുറത്തെ കൃഷിയിടങ്ങളിൽ കാണുന്ന ഈ പടവലങ്ങ എങ്ങനെയാണ് വളരുന്നത്? സുധീഷേ, അത് വളരും തോറും അതിന് സാധാരണ മേലോട്ടാണ് എല്ലാം വളരുക. അതെ, പക്ഷെ ഇത് നേരെ തിരിച്ചാ. അതാണ് ഉദ്ദേശിച്ചത്. അല്ല, അത് അത്രമാത്രം മനസ്സിലാക്കാനുള്ള ഇത്രയും കാലവും ഈ കൃഷ്ണപ്രസാദിനെ പോലെ കൃഷി ശാസ്ത്രജ്ഞന്റെ കൂടെ നടന്നിട്ട് കൃഷ്ണപ്രസാദിന് കുറച്ച് വിനയം കൂടിയിട്ടുണ്ടെന്ന്. കർഷകനായതുകൊണ്ടാണോ? എന്താ കാര്യം? അത് ചിലപ്പോ അഭിനയിക്കായിരിക്കും. കാരണം വിനയത്തിന്റെ ആളല്ല എന്ന് എനിക്ക് തോന്നുന്നത്. അങ്ങനെയല്ലെന്നാണ്. കാരണം പുള്ളി സ്ട്രോങ് ആണ്. കർഷകനായിട്ട് എല്ലാ കാര്യങ്ങളും ഇടയ്ക്ക് മാളൂര് മൊത്തം വടിയും തടിയായിട്ട് അടിക്കാൻ ഓടിച്ചിട്ടും സ്ട്രോങ് ആയിട്ട് നിന്നു. പിന്നെ കർഷകർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും എല്ലാത്തിനും പുള്ളി സമരം ചെയ്യുന്ന ആളാണ്, റിയാക്ട് ചെയ്യുന്ന ആളാണ്. സുധീഷിന്റെ സിനിമകളൊക്കെ കൃഷ്ണപ്രസാദ് മിക്കവാറും കണ്ടിട്ടുണ്ടോ? ഓൾമോസ്റ്റ് എല്ലാം കണ്ടു. ഈ സുധീഷ് അഭിനയിച്ചതിലേ ഈ പടം 6 ബോറായിരിക്കുന്നു, കൊള്ളത്തില്ല, എന്തിനാടോ താൻ ഇങ്ങനെ സിനിമയിൽ അഭിനയിക്കുന്നത് എന്ന് പറഞ്ഞ നല്ല ഫ്രണ്ട് ഉണ്ടോ സുധീഷിന്? ഓ, ആരത്? എന്റെ ഭാര്യ. സല്യൂട്ട് ചെയ്യുന്നു കേട്ടോ ഞാൻ. കാരണം വല്ലപ്പോഴെങ്കിലും സത്യം പറയുന്നൊരു ഭാര്യ സ്വന്തമായിട്ടുണ്ടല്ലോ, ചെറിയ കാര്യമല്ല. സുധീഷ്, നമ്മളിനി അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? ഓക്കെ. എനിക്ക് സുധീഷിന് ഒരു നല്ല ദിവസമാണ്. കാര്യം 2 ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റി 20,000 രൂപയും. ഞാനേ ഒരു ഇന്റർവ്യൂവിൽ എന്നോട് 2 ചോദ്യമല്ല ഒരുപാട് ചോദ്യം ചോദിക്കും, അതിനൊക്കെ ഞാൻ ഉത്തരം പറയാറുണ്ടല്ലോ. അല്ല, അതിനകത്ത് പൈസ കിട്ടത്തില്ലല്ലോ. കിട്ടൂല. മാത്രമല്ല ഇങ്ങനെ ടഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവില്ല. ബുദ്ധിമുട്ടിച്ച് ഏതെങ്കിലും ചോദ്യം ഉണ്ടോ സുധീഷ്? അതായത് ഏതെങ്കിലും ഇന്റർവ്യൂർ, സാധാരണ നിങ്ങൾ സിനിമാ താരങ്ങളോടൊക്കെ സൂചിപ്പിക്കുന്ന ചോദ്യങ്ങൾ ആൾക്കാർ ചോദിക്കും. സൂചിപ്പിക്കുന്ന ചോദ്യങ്ങളല്ലാതെ എപ്പോഴെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കുകയും സുധീഷ് ശുഭിതനാകുകയും തദ്വാര അവിടെ ഒരു അലോസരം ഉണ്ടാവുകയും ചെയ്യും. ബുദ്ധിമുട്ടുന്ന ചോദ്യങ്ങളുണ്ട്. ഏതാ അറിയോ? ഇഷ്ടപ്പെട്ട സംവിധായകൻ ആരാൻ ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് ഉത്തരം പറയാം. ആരുടെയെങ്കിലും പേര് പറഞ്ഞ് പുലിവാലി പിടിച്ചോ? അല്ല, പേര് പറഞ്ഞിട്ടില്ല. പേര് പറഞ്ഞാ പിന്നെ ബാക്കിയുള്ള ആ വഴിക്ക് പോയാച്ചാ മതി. പിന്നെ പോയല്ലോ. പക്ഷേ അപ്പൊ ഡിപ്ലോമാറ്റിക് ആയിട്ട് എന്താ പറയാ? അപ്പൊ ഡിപ്ലോമാറ്റിക് ആയിട്ട് പറയും നമുക്ക് പല സംവിധായകർ ഇഷ്ടമാണ്, നമ്മളെ എല്ലാവരെയും ഇഷ്ടമാണ്. പിന്നെ ചോദ്യമുണ്ട്, എല്ലാവരും സ്ഥിരം ചോദിക്കുന്ന ചോദ്യം, ഇഷ്ടം മമ്മൂട്ടിയാണോ മോഹൻലാലാണോ എന്നുള്ള കാര്യം. അതും ചോദിക്കും. അതിനെങ്ങനെ ചോദിച്ചാൽ ജീവൻ തന്നെ പോഞ്ഞു പോകും അല്ലേ? അതിന് ഉത്തരം പറഞ്ഞു. അല്ല, അതെന്താ വെച്ച് കഴിഞ്ഞാൽ അത് രണ്ടുപേരും ഉത്തരം പറയാൻ പറ്റൂല. രണ്ടുപേരും ഈക്വൽ ആണ് നമുക്ക്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അങ്ങനെ പറയും. നമുക്കിനി 3ാമത്തെ ചോദ്യത്തിലേക്ക് 30,000 രൂപയുടെ ചോദ്യമാണ്. റെഡി ആയിക്കോളൂ. 30,000 രൂപയുടെ ചോദ്യം. ഇത് മാത്രമല്ല, ഇത് തരുന്ന പൈസയാണെന്ന് അറിയാമല്ലോ. തീർച്ചയായിട്ടും. അല്ല, വണ്ടിച്ചൊക്കൊന്നും സിനിമയിലെ പോലെ ഒരിക്കലും അങ്ങനെ സാറ് തരാറില്ല, ഫ്ലവേഴ്സ് തരാറില്ല. സുധീഷിന് എപ്പോഴെങ്കിലും ചെക്കുകൾ ഒരുപാട് കിട്ടിയിട്ടുണ്ട്. ഓ, കൺഗ്രാറ്റുലേഷൻസ്. ഞാൻ വിചാരിച്ചു അങ്ങനെ റെക്കോർഡ് ഇല്ലേ എന്ന് ഞാൻ സംശയിച്ചു. ഇല്ല, റെക്കോർഡ് ഉണ്ടല്ലോ. അമ്പിളിച്ചേട്ടനാണ് ഏറ്റവും കൂടുതൽ വണ്ടിച്ചെക്ക് കിട്ടിയതാണ് പറയപ്പെടുന്നത്. അതിലും കൂടുതൽ അത് ക്രോസ് ചെയ്തോ? അല്ല, അത് ക്രോസ് ചെയ്യാൻ പറ്റൂല, കാരണം അദ്ദേഹം അത്രയും സിനിമകളിൽ അഭിനയിച്ച ആളല്ലേ. അപ്പൊ നമ്മള് 3ാമത്തെ ചോദ്യത്തിലേക്ക്. ക്വസ്റ്റ്യൻ പ്ലീസ്. ധന്യയുടെ അച്ഛന്റെ ഒരേ ഒരു മകനാണ് സുധീഷെങ്കിൽ സുധീഷിന്റെ ആരാണ് ധന്യ? ചോദ്യം ഒന്നുകൂടി ആവർത്തിക്കാം. ധന്യയുടെ അച്ഛന്റെ ഒരേ ഒരു മകനാണ് സുധീഷ് എങ്കിൽ സുധീഷിന്റെ ആരാണ് ധന്യ? സുധീഷിന്റെ ആരാണ് ധന്യ എന്ന് പറയുന്നതിന് ഒരു മറുപടി എനിക്കുണ്ട്. പക്ഷെ അതിന് മുമ്പുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ആണ് ചെറിയൊരു ഡൗട്ട്. ധന്യയുടെ അച്ഛന്റെ ഒരേ ഒരു മകനാണ് സുധീഷ്. ഒരേ ഒരു മകനാണ് സുധീഷ് എങ്കിൽ, അതെ, അല്ല, ഞാൻ ആലോചിക്കുക. കാരണം പണ്ട് ഒരു ചോദ്യം ഉണ്ടായിരുന്നല്ലോ, എന്താണ് കൂടുതൽ ആലോചിച്ച്, രാജീവ് ഗാന്ധി ഇന്ദിരാഗാന്ധിയുടെ മകന്റെ ഡാഷ് ആണ്. സാറൊന്ന് മറുപടി പറയൂ. രാജീവ് ഗാന്ധി ഇന്ദിരാഗാന്ധിയുടെ മകന്റെ ഡാഷ് ആണ്. പേരാണോ? കറക്റ്റ്. ഓക്കെ, അടിപൊളി. ഇപ്പൊ മനസ്സിലായല്ലോ അത്യാവശ്യം വിവരമുള്ളവരെ ക്രിസ്മസ് ആയിട്ട് നിൽക്കുന്നത്. സമ്മതിച്ചു സാർ. ധന്യയുടെ അച്ഛന്റെ ഒരേ ഒരു മകനാണ് സുധീഷ് എങ്കിൽ സുധീഷിന്റെ ആരാണ് ധന്യ? വളരെ ലളിതമായ ചോദ്യം. ഇത്രയും സിമ്പിൾ ആക്കാൻ പറ്റിയ ഒരു ചോദ്യം. ഒരു കാര്യം ചെയ്യാം, ഒരു ചെറിയൊരു ടെൻഷൻ ഉള്ളതുകൊണ്ട് ഞാനിതൊരു ഈ ക്വസ്റ്റിന് ടെൻഷനോ? അല്ല, ഉണ്ടോ? ചെറിയൊരു. അപ്പൊ എന്താ ചെയ്യാൻ പോകുന്നത്? ലൈഫ് ലൈൻ. അല്ല, ആരായിരിക്കും ലൈഫ് ലൈൻ എന്ന് വെച്ചാൽ? ഇപ്പോ ചങ്ങാതിമാരുണ്ട്, നമ്മുടെ PSC രാജു ഉണ്ട്, പിന്നെ നമ്മുടെ ആയുർവേദ സംഘം. ഒരു കാര്യം ചെയ്യാം, ആയുർവേദ സംഘം പിറവത്തെ. ഹായ്, നിങ്ങൾക്ക് വന്നിരിക്കുകയാണ് ഊഴം. അതായത് ധന്യയുടെ അച്ഛന്റെ ഒരേ ഒരു മകനാണ് സുധീഷ് എങ്കിൽ സുധീഷിന്റെ ആരാണ് ധന്യ?
സഹോദരി. അവർ നിങ്ങൾക്കെല്ലാം അതേ അഭിപ്രായമാണോ? സുധീഷ്, അവർ സഹോദരി എന്നാ പറഞ്ഞിരിക്കുന്നത്. താങ്കൾക്ക് അത് എടുക്കാൻ ധൈര്യമുണ്ടോ? തീർച്ചയായിട്ടും. ആത്മവിശ്വാസം കൂടുതലാണോ കുറവാണോ? കാരണം അല്ല, അവരോടുള്ള വിശ്വാസം എനിക്കുണ്ട്. അദ്ദേഹത്തിന് ഇരിപ്പ് കണ്ടിട്ട് നല്ലൊരു ഉത്തരം പറഞ്ഞതിന്റെ ഒരു വിനയമൊക്കെ ഉണ്ട്. മാത്രമല്ല അവരെല്ലാവരും ഒരുമിച്ച് ഒരു പറഞ്ഞ പോലെ തോന്നുന്നു. എന്താ അങ്ങയുടെ പേര്? പ്രവീൺ. ഇങ്ങനെയുള്ള പരിപാടികളിൽ പോയി ഇതുപോലെ ഈസി ആയിട്ട് ഉത്തരം പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? ഇല്ല, ഇത് ആദ്യമായിട്ടാണ്. പക്ഷെ എന്നാലും ഒരു ധൈര്യമുണ്ട് ശരിയാണെന്നുള്ളത്. അപ്പൊ നമ്മളത് എടുക്കുന്നു എന്നല്ലേ മനസ്സിലാക്കുന്നത്? തീർച്ചയായിട്ടും. ഓക്കെ, താങ്ക് യു. അപ്പോ ഉത്തരം സഹോദരി. 30,000 രൂപയുടെ ചോദ്യത്തിന് പ്രേക്ഷക പിന്തുണയോടെ നമ്മുടെ ആയുർവേദ സംഘം തടവലും കിഴിക്കലും ഒക്കെ ആയിട്ട് അവര് താങ്കളെ കയറി തടവിയെന്ന് എനിക്ക് സംശയമുണ്ട്. ഓക്കെ, ആയുർവേദ വിധി പ്രകാരം അവര് പറഞ്ഞിരിക്കുന്ന ഈ ഉത്തരം യു ആർ കറക്റ്റ്. താങ്കൾ പറഞ്ഞ ഉത്തരം തെറ്റാണ് എന്ന് പറയാൻ പറ്റില്ല. ഉത്തരം ശരിയാണ്. താങ്ക് യു. കറക്റ്റ്. ഈ ധന്യയും നമ്മുടെ ജീവിതം തമ്മിലൊരു ബന്ധമുണ്ടല്ലോ. ഈ ധന്യ എങ്ങനെ കണ്ടുമുട്ടി, എപ്പോ കണ്ടുമുട്ടി, ജീവിതത്തിൽ എങ്ങനെ കണ്ടുമുട്ടി? ധന്യ എൻ്റെ ഒരു ഡിസ്റ്റന്റ് റിലേഷനാണ്. പക്ഷെ എപ്പോഴും നിങ്ങളുടെ തമ്മിലെ ബന്ധം ഒരുപാട് പറയാനുണ്ട്. 3-4 ദിവസം പറയേണ്ടി വരും. 3-4 ദിവസം പറയേണ്ടി വരും. കണക്ഷൻ ആയിട്ട് ഇങ്ങനെ പോകണം. ഓക്കെ, അമ്മാവന്റെ മകളുടെ, ഇളയമ്മയുടെ മകളുടെ, അനിയത്തിയുടെ, ഭർത്താവിന്റെ, അളിയന്റെ, അങ്ങനെ പോകേണ്ടി വരും. ഡിസ്റ്റന്റ് റിലേഷൻ ആയതുകൊണ്ട് ഒരു റിലേഷൻ ആണല്ലോ. പിന്നെ അപ്പൊ അതുകൊണ്ട് എന്നെ കുറിച്ച് നല്ല അറിയാം. നല്ലവനാണ്, നല്ല കുടുംബമാണ്, നല്ല തറവാടിയാണ്. നാട്ടുകാർ പറയുന്ന പരാതികളാണ് ഇതൊക്കെ. ഓക്കെ, അതുകൊണ്ട് സിനിമാക്കാരന് പെണ്ണ് കിട്ടില്ല എന്നുള്ളൊരു ചർച്ചയുണ്ട് പൊതുവെ. അത് ഈ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്, അന്നും ഉണ്ടായിട്ടുണ്ട്. സുധീഷ് വിഷമിച്ചിരുന്നോ കെട്ടാൻ വേണ്ടി? കെട്ടാൻ വേണ്ടി എന്ന് വെച്ചാൽ അങ്ങനെയല്ല. ഞാൻ എന്തായാലും 30 വയസ്സിന് ശേഷമേ കിട്ടുള്ളൂ എന്നുള്ള തീരുമാനം നേരത്തെ ഉണ്ടായിരുന്നു. അത് ഏത് വയസ്സിലെടുത്തു? 15ാമത്തെ വയസ്സിലെടുത്തോ? അല്ലല്ല, ഒരു 10-20 വയസ്സിന് ശേഷം എടുത്തു. അച്ഛനും 30 കടക്കണം തോന്നാൻ കാര്യം ഒരു പക്വത വരാൻ വേണ്ടിയാണോ? അല്ല, 30 വയസ്സ് വരെ അടിച്ച് പൊളിക്കട്ടെ. ഓ, പൊളിക്കാൻ വേണ്ടി. പൊളിക്കാനൊരു 10 വർഷം. അതെ, അല്ല, ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്ത് ജീവിച്ചിട്ട് പിന്നെ കല്യാണം കഴിഞ്ഞാൽ പിന്നെ പൊളിക്കാൻ പറ്റൂലല്ലോ. അപ്പൊ അടിച്ച് കയറി വാ. മറ്റേ കാര്യം പറഞ്ഞില്ല, ധന്യയുടെ കാര്യം. അതേ പറഞ്ഞു. അപ്പൊ അവർക്ക് ഞങ്ങളെ ഫാമിലിയെ കുറിച്ച് അറിയാം, എന്നെ കുറിച്ച് അറിയാം. അപ്പൊ അതുകൊണ്ട് ആണ് സിനിമാക്കാരനായിട്ട് പോലും എനിക്ക് പെണ്ണ് കിട്ടിയത്. ഈ സ്വന്തം ഭാര്യയുടെ പേരാണോ ധന്യാന്ന്? പിന്നെ വേറെ ഭാര്യയുണ്ടോ? അല്ല, ഞാനത് മനസ്സിലാക്കില്ല. എന്നോട് ഡിസ്റ്റന്റ് കുറച്ച് ദിവസമായിട്ട് റിലേഷന്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോ ഞാൻ വിശ്വസിച്ചില്ലായിരുന്നു. ധന്യ എന്റെ വൈഫാണ്. ധന്യയോട് എപ്പോഴെങ്കിലും ആ കാര്യം ചോദിച്ചിട്ടുണ്ടോ? ഞാൻ കല്യാണം ആലോചിക്കാൻ വരുന്നതിന് മുമ്പ് ഞാൻ അഭിനയിച്ച സിനിമകൾ കണ്ടിരുന്നു എന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും. അഥവാ കണ്ടിരുന്നെങ്കിൽ കണ്ടിട്ടാണ് എന്നെ ഇഷ്ടമായത്. അല്ല, എനിക്കൊരു ഡൗട്ട് വന്നത്. അല്ല, നോർമലി വരുന്ന ഒരു ഡൗട്ട്. അല്ല, അതില് ആധാരം എന്ന് പറഞ്ഞ സിനിമ, ആധാരമാണ് കണ്ടത്. അല്ല, പല സിനിമകളും കണ്ടിട്ടുണ്ട്. ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആധാരം എന്ന് പറഞ്ഞ സിനിമ. നമുക്ക് ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? തീർച്ചയായും. ഓക്കെ, അപ്പൊ ഇനി 40,000 രൂപയുടെ ചോദ്യമാണ്. 40,000 പ്രതിഫല തുകയൊക്കെ ചോദിച്ചു വാങ്ങുന്ന ആള് തന്നെയാണോ, അതോ ചോദിക്കാതെ തന്നെ ഒരു വീട്ടിൽ കൊണ്ട് തരുന്ന അവസ്ഥ ഉണ്ടാക്കുന്ന ആളാണോ? ചോദിക്കാതെ ആരും ഒന്നും തരൂലല്ലോ. ഇല്ല, ആദ്യം തന്നെ ചോദിച്ചിട്ടാണ്. രണ്ടാമത്തെ ഓപ്ഷൻ ഉണ്ട്. ഒരു വീട്ടിൽ വന്ന് പൈസ തന്നിട്ട് വിളിച്ചോണ്ട് പോകും ഡബിങ്ങിനൊക്കെ. അത്രത്തോളം ആയിട്ടില്ല അല്ലേ? ഓക്കെ, റെഡി. അപ്പൊ നമുക്ക് കാര്യം മനസ്സിലായി. അപ്പൊ ഇത് നിർമ്മാതാക്കളെ കണ്ടുകൊണ്ടിരിക്കില്ലേ, കൂടുതൽ പറഞ്ഞ് ഉള്ള അവസരം പോകണ്ട അല്ലേ? ഓക്കെ, നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക്. 40,000 രൂപയുടെ ചോദ്യമാണ്. 40,000. ക്വസ്റ്റ്യൻ പ്ലീസ്. ചോദ്യത്തിലേക്ക് വരട്ടോ. ഏത് കുന്നിന്റെ മുകളിൽ നിന്നാണ് കേരളത്തിൽ ടെലിവിഷൻ ഭൂതല സംപ്രേഷണം ആരംഭിച്ചത്? ഭൂതല സംപ്രേഷണം കേട്ട് പേടിക്കൊന്നും വേണ്ട. ടെറസിൽ ട്രാൻസ്മിഷൻ എന്നുള്ളത് മലയാളത്തിലാക്കിയതാ. ഞാൻ ഈ അഡ്രസ് ഒരുപാട് കേട്ടിട്ടുണ്ട്. അതായത് ദൂരദർശൻ കേന്ദ്രം, കുടപ്പനക്കുന്ന് PO, ട്രിവാൻഡ്രം. ഇത് ഞാൻ കേട്ടിട്ടുണ്ട്, ഒരുപാട് കേട്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ കോൺഫിഡന്റ് ആണ് ഈ കാര്യത്തിൽ എന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പൊ സാർ എന്നെ കുഴപ്പിക്കാനുള്ള വല്ല ഉദ്ദേശം എനിക്ക് അറിഞ്ഞൂടാ. അല്ല, ഈ ചോദ്യത്തിൽ തന്ത്രമൊന്നുമില്ല. ഇല്ല അല്ലേ? ഇല്ല, ഇത് സ്ട്രേറ്റ് ക്വസ്റ്റ്യൻ, സ്ട്രേറ്റ് റിപ്ലൈ. അപ്പൊ ഞാൻ പറയുന്നു കുടപ്പനക്കുന്നിൽ വല്ല പ്രോഗ്രാം അവതരിപ്പിക്കാൻ പോയിട്ടുണ്ടോ? ദൂരദർശനില് ഞാൻ പോയിട്ടുണ്ട്. ഉത്തരം ശരിയാണ്. ഓക്കെ, അപ്പൊ നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? 5ാമത്തെ ചോദ്യം. താങ്കൾക്ക് 1,00,000 രൂപയുടെ ചോദ്യമാണ്. 50,000. 1,00,000. നമ്മൾ ലക്ഷങ്ങളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഞാനൊരു സിനിമയിൽ പണ്ടത്തെ കാര്യം, ഒരു സിനിമയിൽ അഭിനയിക്കാൻ എന്നെ വിളിച്ചു. ഇപ്പോൾ എമൗണ്ട് ചോദിക്കും, സ്വാഭാവികമായിട്ടും പൈസ ചോദിക്കൂല എത്രയാന്നുള്ളത്. അപ്പൊ ഇവിടെ എത്രയാണ് സാലറി എന്നോട് ചോദിച്ചു, ശമ്പളം എത്ര? അപ്പൊ ഞാൻ പഴയ കാലമായിട്ടെ പറയുന്നു. അപ്പൊ ഞാൻ 25,000 രൂപ എന്ന് ഞാൻ പറഞ്ഞു. എന്റെ എമൗണ്ട് 25,000 രൂപയാണ്. അപ്പൊ എന്നോട് അദ്ദേഹം അവിടുന്ന് ഫോൺ ചെയ്ത് ചോദിക്കും, എത്ര? 4,00,000 എന്നോട്. അതായത് ആ ലക്ഷം വെച്ച് നോക്കുമ്പോ അതൊരു വലിയ എമൗണ്ട് ആയിട്ട് മാറും. പക്ഷെ ആയിരങ്ങൾ വെച്ച് നോക്കുമ്പോ അത് 25,000 രൂപ. അതെ. നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക്. 1,00,000 രൂപ. നേരത്തെ പറഞ്ഞ പോലെ 4,00,000 അല്ല, 1,00,000 രൂപയുടെ ചോദ്യത്തിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. അപ്പോ കടങ്കത്തേക്ക് അറിയാമോ? ഓ, കുറച്ച് കേട്ടിട്ടുണ്ടോ? മിന്നുന്നെല്ലാം പൊന്നല്ല. ഓ,
പിന്നെ അപ്പോ ചോദ്യം ഇതാണ്, അച്ഛൻ തന്ന കാളയ്ക്ക് ഒറ്റ കൊമ്പ്, അതും തുളയുള്ള കൊമ്പ്, എന്താണ്? അച്ഛൻ തന്ന കാളയ്ക്ക് ഒറ്റ കൊമ്പ്, അതും തുളയുള്ള കൊമ്പാണ്. അച്ഛൻ തന്ന കാളയ്ക്ക് എന്താണ് കൊമ്പ്, അതും തുളയുള്ള കൊമ്പ്. ആ, എന്താണത്? ഒന്നുകൂടെ പറഞ്ഞു. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു കടങ്കഥ കേൾക്കുന്നത്. പെട്ടെന്ന് ഒരു ക്ലൂ ഞാൻ തരാം. ക്ലൂ കൊടുത്ത് പരിചയമുള്ള ഒരാളെന്ന നിലയിൽ ഞാൻ പറയാം. ഈ കാളയ്ക്ക് ജീവനില്ല. സുധീഷിന്റെ ജീവിതത്തിലെ മാറ്റിമറിച്ച ഒരു സംഭവത്തിൽ നിന്ന് ഊർജം പകർന്നാണ് ഈ ചോദ്യം കണ്ടുപിടിച്ചിരിക്കുന്നത്. സുധീഷിന് ധന്യെ മറന്നാൽ പോലും ഇത് മറക്കാൻ പറ്റത്തില്ല. ധന്യെ മറന്നിട്ടുള്ള കളിയില്ല. വീട്ടിൽക്കാരനെ അത് പറയണം. ഓക്കെ, താങ്കളുടെ ജീവിതവുമായിട്ട് വലിയ ബന്ധമുണ്ട്. താങ്കളുടെ ജീവിതത്തെ വേണമെങ്കിൽ മാറ്റിമറിച്ച സംഭവമാണത്. എന്റെ ജീവിതമായിട്ട് ബന്ധമുണ്ട്. താങ്കളുടെ ജീവിതമായിട്ട് ബന്ധമുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, താങ്കൾ ആരെ മറന്നാലും ജീവിതത്തിൽ ഈ ഞാൻ ഏകദേശം ഉദ്ദേശിക്കുന്നു അതായിരിക്കും. കാരണം സാറ് കുറച്ച് മുമ്പ് എന്നോട് ചോദിച്ചല്ലോ ഒരു ലോഹത്തിന്റെ കാര്യം, അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഉത്തരാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതാണത്? പറയട്ടെ? പറയൂ. ഞാൻ തന്നെ പറയണം. പിന്നെ തീർച്ചയായിട്ടും പറയണം. താങ്കൾ അത് പറയണം. കിണ്ടി. അയ്യേ ഇത് കൊണ്ട് കളഞ്ഞാൻ തോന്നുന്നു കേട്ടോ. കൊണ്ട് കളഞ്ഞു. താങ്കളുടെ ജീവിതമായിട്ട് ഏറ്റവും ബന്ധമുള്ള സാധനം കിണ്ടിയാണോ? തീർച്ചയായിട്ടും. എങ്കിൽ പിന്നെ എനിക്ക് അഭിപ്രായ വ്യത്യാസമില്ല. ഉത്തരം ശരിയാണ്. ജീവിതത്തിൽ ഒരിക്കൽ കൂടി കിണ്ടി താങ്കളെ രക്ഷപ്പെടുത്തുന്നു. ചരിത്ര നിമിഷമാണിത്. അതെ, 1,00,000 രൂപ കയ്യിലായി. നമ്മളിനി 60,000 രൂപയുടെ ചോദ്യത്തിലേക്ക് കിടക്കുകയാണ്. എന്തായാലും നല്ലൊരു ദിവസം. നമ്മൾ കണ്ട ദിവസം എന്തായാലും കൊള്ളാം. പണ്ട് സ്മാർട്ട് ഷോയിൽ വന്ന് നന്നായിട്ട് അടിച്ചു മാറ്റിയാ പോയത്. നല്ല പൈസ കിട്ടി. മാത്രമല്ല, ഞാൻ ഇങ്ങനെ പ്രത്യേകിച്ച് ശ്രദ്ധിച്ചുള്ള കാര്യം തരുമോ, ഈ പൈസ കിട്ടുന്നു എന്ന് പറയുമ്പോൾ ആ സുധീഷിന്റെ മുഖത്തുണ്ടാകുന്ന ആ ഭാവഹാവാദികള് എല്ലാവരും മൊത്തം ആ ഭാവം ഉണ്ടാവും. എനിക്ക് പോകുന്നതിന്റെ ദുഃഖമാണ്. അതുകൊണ്ട് എന്റെ മുഖത്ത് ഹാവാദികൾ കിട്ടത്തില്ല. ഈ ചില ആൾക്കാർ പറയാറുണ്ടല്ലോ, സുധീഷ് നമ്മളിപ്പോ എല്ലാ കാലത്തും ഇങ്ങനെ അങ്ങ് കയറ്റമൊന്നുമില്ലല്ലോ, ചില സമയത്ത് ഇറങ്ങുമല്ലോ. സിനിമ ഇല്ലാതെ വീട്ടിൽ ഇരുന്നാല് എന്താ പരിപാടി? സിനിമ ഇല്ലെങ്കിലും വീട്ടിലിരിക്കുന്ന എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഇല്ല, ഞാൻ സിനിമ ഇല്ലെങ്കിൽ വേറെ പരിപാടി, വേറെ വേറെ തെങ്ങ് കയറാറിയോ? ശരിക്കും സുധീഷ് തെങ്ങിന്റെ മണ്ടേ കയറിയിട്ടുണ്ടോ? ഉണ്ടെങ്കിലേ ഉണ്ടെന്ന് പറയാവൂ. അല്ല, ഇവിടെ ഒരു ടെസ്റ്റ് അടിക്കാനുള്ള വഴിയുണ്ട്. ഇല്ലെങ്കിൽ തെങ്ങ് കയറും എന്ന് പറഞ്ഞു. വേണ്ടി വന്നാലും നമ്മൾ കയറും. അപ്പൊ നമ്മൾ കോൺഫിഡൻസ് ആണ്. സിനിമ അഭിനയം ഇല്ല എന്ന് വെച്ചാൽ ജീവിതം അവസാനിച്ചു നമുക്ക് അങ്ങനെ ചിന്തിക്കുന്നില്ല. ശരിക്കും എന്തെങ്കിലും പരിപാടി ചെയ്യാനുള്ള മനസ്സുണ്ടോ? ജീവിതത്തിൽ അങ്ങനെ ഒരു അപൂർവ ഭാഗ്യം കിട്ടിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും വേറെ പരിപാടി ചെയ്യാനായിട്ട്? ഇതുവരെ കിട്ടിയിട്ടില്ല, അവസരം കിട്ടിയിട്ടില്ല. ഈ സിനിമാ രംഗത്ത് എത്ര കൊല്ലമൊക്കെ തുടരാൻ പറ്റുമെന്ന് നമ്മുടെ ഒരു ചിന്ത. അതൊന്നും പറയാൻ പറ്റില്ല. പ്രൊഡ്യൂസർമാരുടെ മഹാമനസ്കത പോലെ ഇരിക്കും. പ്രൊഡ്യൂസർമാരുടെ മഹാമനസ്കതയും നമ്മുടെ അഭിനയം പോലെയും ആൾക്കാർ ഇഷ്ടപ്പെടുന്ന പോലെയും നമ്മുടെ മാർക്കറ്റ് പോലെയും നമ്മുടെ എല്ലാത്തിലുപരി നമ്മുടെ ഭാഗ്യം പോലെയും. ഇപ്പൊ എങ്ങനെ മാർക്കറ്റ്? ഈ നവാഗത പ്രതിഭകളൊക്കെ ഒരുപാട് വരുന്നുണ്ടല്ലോ. അതെ, വരട്ടെ, പുതിയ ആൾക്കാരെ വരട്ടെ. അപ്പോഴേ നമുക്ക് പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പറ്റുള്ളൂ. അവരിൽ നിന്നാണോ പഠിക്കുന്നത്? തീർച്ചയായിട്ടും, നല്ല ശീലമാണ്. നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? 60,000 രൂപയുടെ ചോദ്യം, 60,000. എന്റെ ചോദ്യങ്ങൾക്ക് ഓക്കെ അല്ലേ? ഓക്കെയാണ്. ക്വസ്റ്റ്യൻ പ്ലീസ്. ഉത്തരങ്ങൾ ഓക്കെ അല്ലേ? ഉത്തരങ്ങൾ ശരിയായോണ്ടല്ലേ ഈ 1,00,000 രൂപ കടന്നത്. 60,000 രൂപയുടെ ചോദ്യത്തിലേക്കാണ്. ക്വസ്റ്റ്യൻ പ്ലീസ്. എന്നും എങ്ങോട്ട് നോക്കിയാലും നമ്മൾ ആദ്യം കാണുന്ന കാഴ്ച ഒന്നാണ്. എന്താണത്? ഒറ്റ ഉത്തരമേ ഉള്ളൂ. എന്നും എങ്ങോട്ട് നോക്കിയാലും നമ്മൾ ആദ്യം കാണുന്ന കാഴ്ച ഒന്നാണ്. എന്താണത്? ഒന്ന് നോക്കിക്കോളൂ. വേണമെങ്കിൽ എങ്ങോട്ട് നോക്കിയാലും ഇങ്ങോട്ട് നോക്കിക്കോളൂ. എല്ലായിടും ഒന്ന് നോക്കിക്കോളൂ. എങ്ങോട്ട് നോക്കിയാലും നമ്മൾ ആദ്യം കാണുന്ന കാഴ്ച ഒന്നാണ്. എന്താണത്? ഈ നോക്കിയ സമയത്തും സുധീഷ് അത് കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. നിസ്സാരമായ ഉത്തരവാണ്, വെറി നിസ്സാരം. പക്ഷെ ചോദ്യം നിസ്സാരമല്ല. അല്ല, ചോദ്യം പിന്നെ ചോദ്യത്തിനൊരു ഭംഗിയൊക്കെ വേണമല്ലോ എന്ന് വിചാരിച്ച് ചോദിച്ചതാ. എന്നും എങ്ങോട്ട് നോക്കിയാലും നമ്മൾക്ക് ആദ്യം കാണുന്ന കാഴ്ച ഒന്നാണ്. നമ്മുടെ മുഖത്തുനിന്ന് പറിച്ചെടുക്കാൻ പറ്റും ആ കാഴ്ച. നമ്മളെ മുഖത്തുള്ള കാഴ്ചയാണ്. മാത്രമല്ല കോഴിക്കോട്ടെ എഴുത്തുകാരൊക്കെ അത് പറഞ്ഞിട്ടുണ്ട്. സമയം പോകുന്നു. എന്താ ചെയ്യണം? ടൈം ഈസ് വെരി പ്രഷ്യസ്. ഹെൽപ്പ് ലൈൻ. ഇനി നമുക്ക് PC രാജു ഉണ്ട്. അതായത് PSC പരീക്ഷകളിലാണ് അദ്ദേഹം വിദഗ്ധൻ. അദ്ദേഹം ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ നടത്തുകയാണ്. പക്ഷേ അദ്ദേഹത്തിന് പറ്റിയ ക്വസ്റ്റ്യൻസ് PSC പരീക്ഷയിൽ വന്നിട്ടുണ്ടാവില്ല. കാരണം എന്താ അറിയാമോ, ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടായിരിക്കും അദ്ദേഹത്തിന് കിട്ടാതെ പോകുന്നത്. പക്ഷെ ഇതിന് നമുക്ക് ഒരു ഹെൽപ്പ് ലൈൻ അദ്ദേഹത്തെ സമീപിക്കാം. തീർച്ചയായും. ഓക്കെ. ഹലോ PC രാജു. ഹലോ. PC രാജു, നമസ്കാരം. നമസ്കാരം. ഞാനിത് ഫ്ലവേഴ്സ് ഒരു കോടി വിത്ത് കോമഡി എന്ന് വിളിക്കാണ്. പറഞ്ഞോളൂ സാർ. തീരെ കോമഡി ഇല്ലാത്തൊരു കാര്യമാണ്.
ഇപ്പൊ താങ്കൾ ഇപ്പൊ എവിടാ നിൽക്കുന്നേ? ഞാനിപ്പോ വീട്ടിലുണ്ട് സാറേ. ആ, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് അടച്ചോ? ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് അടച്ചു. അല്ല, സ്ഥിരമായിട്ട് അടച്ചോ ഇപ്പോഴടച്ചോ? അല്ല, സ്ഥിരമായിട്ട് അടക്കേണ്ടി വരുമെന്നാ തോന്നുന്നത്. പിള്ളേരെല്ലാം വിദേശത്തോട്ട് കയറി പോയിക്കൊണ്ടിരിക്കുകയല്ലേ. അതുകൊണ്ടാണോ? അല്ല, കുട്ടികൾക്ക് വിവരം വെച്ചോണ്ടല്ല. അല്ല. ഓക്കെ, നല്ലതായി. ഇപ്പൊ നമ്മളൊരു ചോദ്യം ചോദിച്ചിരിക്കുകയാണ് രാജു. നമ്മുടെ സുധീഷാണ്, നടൻ സുധീഷാണ് എന്റെ മത്സരാർത്ഥി. ആ, രാജുചേട്ടാ നമസ്കാരം. നമസ്കാരം. ചേട്ടാന്ന് വിളിക്കാലോ അല്ലേ? എന്നെക്കാട്ടും പ്രായം കൂടുതലുണ്ടാവും വിചാരിക്കുന്നു. അയ്യോ, 36 ടെസ്റ്റ് എഴുതി നിൽക്കുന്ന എന്നെ ചേട്ടാന്നാ മാമാന്നാ എന്തോണോ വിളിക്കാം. ഓക്കെ. അപ്പൊ എന്തായാലും രാജുചേട്ടാന്ന് വിളിക്കാണ്. അപ്പൊ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. പറഞ്ഞോളൂ. ഒരു ക്വസ്റ്റ്യൻ ഇവിടെ വന്നു, അപ്പം കൺഫ്യൂഷനായി. അപ്പൊ സാറ് അതൊന്ന് ഉത്തരം ഒന്ന് കണ്ടെത്തണം. അതിനുവേണ്ടി റിക്വസ്റ്റ് ആണ്. അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ? ചോദിച്ചോളൂ. അല്ലേ? എന്നും എങ്ങോട്ട് നോക്കിയാലും നമ്മൾ ആദ്യം കാണുന്ന കാഴ്ച ഒന്നാണ്. എന്താണത്? അതാണ് ക്വസ്റ്റ്യൻ. എന്നും എങ്ങോട്ട് നോക്കിയാലും നമ്മൾ ആദ്യം കാണുന്ന കാഴ്ച ഒന്നാണ്. അതെ, എന്താണത്? നമ്മൾ എങ്ങോട്ട് നോക്കിയാലും കാണുന്നത് വായുവാണ്. പക്ഷെ അത് കാണാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ സുധീഷേ, കണ്ണിന്റെ മുന്നിലിരിക്കുന്നത് എന്താ? കൃഷ്ണമണിയോ? കൃഷ്ണമണി. ഞാൻ 36 ടെസ്റ്റ് എഴുതിയത് സുധീഷ് പോവാത്തതൊക്കെ കറക്റ്റാ. അതാണ്. സുധീഷേ, നമ്മള് ഒരു ക്ലൂ എന്തെങ്കിലും തന്നിട്ടുണ്ടോ? ക്ലൂ തന്നു, എനിക്ക് ക്ലൂ തന്നു. നമ്മുടെ മുഖത്തിരിപ്പുണ്ടെന്ന് പറഞ്ഞു. അതൊരു അവയവം പോലെയാണ് എനിക്ക് തോന്നിയത്. എനിക്ക് അറിഞ്ഞൂടാ എന്താന്നുള്ളത്. അപ്പൊ നമ്മുടെ കണ്ണിന്റെ മുമ്പിലിരിക്കുന്ന അവയവം ഏതാ? മനസ്സിലായി. ഇപ്പൊ മനസ്സിലായോ? മനസ്സിലായോ? മനസ്സിലായി. വിശ്വവിഖ്യാതമായ നമ്മുടെ ബഷീർക്ക. വിശ്വവിഖ്യാതമായ മൂക്ക്. രാജു ചേട്ടാ, ഒരു സംശയം. ഈ മൂക്ക് എന്തുകൊണ്ടാ കാണാത്തത്? നമ്മളെ ബ്രെയിൻ നമ്മളെ പറ്റിക്കുന്നതാണ്. ആണോ? ശരിക്കും നമ്മൾ മൂക്ക് കാണുന്നുണ്ട്, പക്ഷേ ബ്രെയിൻ അത് നമുക്കത് കറക്റ്റാ കിട്ടുന്നില്ല. ഓ, അതാണ് പ്രശ്നം അല്ലേ? എന്തായാലും താങ്ക് യു ഫോർ ദി ഇൻഫർമേഷൻ. താങ്ക് യു രാജു ചേട്ടാ. ഈ മൂക്കാണെന്ന് സുധീഷ് പ്രതീക്ഷിച്ചതില്ലല്ലേ? ഒരിക്കലും പ്രതീക്ഷിച്ചു. എന്തായാലും നല്ല കാര്യം, കൺഗ്രാറ്റുലേഷൻസ്. അപ്പോ ഈ ഉത്തരം ശരിയാണ്. വിശ്വവിഖ്യാതമായ മൂക്ക് ഉത്തരം ശരിയാണ്. അപ്പൊ 60,000 രൂപ കിട്ടിയിരിക്കുന്നു. ബാലേട്ടനില് അഭിനയിച്ചു അല്ലേ? മോഹൻലാലിന്റെ കൂടെ. പക്ഷേ മോഹൻലാലിന് അമണ്ടൻ പാര വെച്ചു കൊടുക്കുന്നതായിരുന്നു വേഷം. തീർച്ചയായിട്ടും. അല്ലെ, ലാലേട്ടന്റെ കൂടെ ഞാൻ മുമ്പ് അഭിനയിച്ച മണിച്ചിത്രത്താഴ്, പവിത്രം, അങ്ങനെയുള്ള സിനിമകളൊക്കെയാണ്. അപ്പം പിന്നെ ബാലേട്ടനിലേക്ക് വന്നപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞ നെഗറ്റീവ് ക്യാരക്ടർ ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. ഒരു ഓപ്പോസിറ്റ് ക്യാരക്ടർ. അതും ആർക്കെതിരെ? ലാലേട്ടനെതിരെ. ലാലേട്ടന്റെ അനിയൻ എന്ന് പറഞ്ഞൊരു കഥാപാത്രം, അദ്ദേഹത്തിന് പാര വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന, അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന ഒരു കഥാപാത്രം. അപ്പൊ ഞാൻ ഫസ്റ്റ് ഡേ പടം കാണാൻ പോയി. അപ്പം ലാലേട്ടനെ സംബന്ധിച്ചിടത്തോളം അതിന് മുമ്പുള്ള കുറെ പടങ്ങളൊക്കെ എന്താ പറയാ, അത്ര ഓടാത്ത സിനിമകളായിരുന്നു. മനസ്സിലായില്ലേ? അപ്പൊ ഈ പടം ഭയങ്കരമായിട്ട് അഭിപ്രായം വന്നു. ഹിറ്റായിരുന്നു. ഫസ്റ്റ് ഡേ ഞാൻ എന്താ പറയാ, നമ്മളെ 6:30 ഷോ കാണാൻ വേണ്ടി പോയി, കോഴിക്കോട് കാണാൻ വേണ്ടി പോയി. പടം ഭയങ്കര കൈയ്യടി, ഈ കാര്യങ്ങൾ മറ്റേത് മറിച്ചൊക്കെ ആയിട്ട് ഭയങ്കര അഭിപ്രായം. ഞാൻ തിയേറ്ററിൽ നിന്ന് സിനിമ കണ്ട് ഇറങ്ങി വന്നപ്പോൾ തന്നെ ഒരുപാട് പേരെ കൊണ്ട് കൂടി. ആര്? ലാലേട്ടന്റെ ഫാൻസ് ഒരുപാട് കൂടി. ഞാൻ പെട്ടെന്ന് എന്താന്ന് മനസ്സിലാവുന്നില്ല, ഒരുപാട് കൂടി പറഞ്ഞു. അവസാനം ലാലേട്ടനോട് മാപ്പ് ചോദിക്കുന്ന ഒരു രംഗമുണ്ട്. അതായത്, ഞാനിതൊന്നും അറിയാതെ എന്തൊക്കെയോ എന്ന് പറയുന്ന സീനുണ്ട്. അങ്ങനെ ഒരു സീൻ ഇല്ലായിരുന്നെങ്കിൽ ഇപ്പം ഞങ്ങള് നിന്നോട് വെച്ചേക്കില്ല എന്ന് പറഞ്ഞു. അടിച്ചു മണ്ട പൊട്ടിച്ചെന്നെ. അതെ, ഓക്കെ, സംഭവിച്ചെന്നെ. അത് വേറെ നോക്കത്തില്ല, അത്രത്തോളം ഇഷ്ടമാണ്. അതാണ്, ആ സിനിമയോ ഇഷ്ടപ്പെട്ടു, കഥാപാത്രം ഇഷ്ടപ്പെട്ടു. സ്നേഹം കൊണ്ട് പറയുന്നത് കേട്ടോ, വേറെ ഒന്നുമല്ല. നന്നായിട്ട് അഭിനയിച്ചുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ അതൊരു കോംപ്ലിമെന്റ് ആയിട്ട് ഞാൻ കണക്കാക്കുന്നത്.